നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ യാഹന്നയിടയൻ കൂടെയുണ്ട് കൺമണി പോലെ കാത്തിടുവാൻ യാഹന്നയിടയൻ കൂടെയുണ്ട് കൺമണി പോലെ കാത്തിടുവാൻ കൂടെയിരിക്കും കൂരിരുൾ താഴ്വരയിൽ വിരുന്നൊരുക്കും വിജനമും വഴികളിലും കൂടെയിരിക്കും കൂരിരുൾ താഴ്വരയിൽ വിരുന്നൊരുക്കും വിജനമും വഴികളിലും കരുണയെന്നുറവേ കരുതലിൻ കനിവേ എന്നാളും നീ എൻ്റെ ദൈവം കരുണയെന്നുറവേ കരുതലിൻ കനിവേ എന്നാളും നീ എൻ്റെ ദൈവം നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ യാഹന്നയിടയൻ കൂടെയുണ്ട് കൺമണി പോലെ കാത്തിടുവാൻ യാഹന്നയിടയൻ കൂടെയുണ്ട് കൺമണി പോലെ കാത്തിടുവാൻ അഗ്നിയിൻ തൂണായി രാവിൽ വെളിച്ചവുമായി തണലൊരുക്കും പകലിൽ മേഘമതായി അഗ്നിയിൻ തൂണായി രാവിൽ വെളിച്ചവുമായി തണലൊരുക്കും പകലിൽ മേഘമതായി മാറാത്ത ദൈവം മറക്കാത്ത ദൈവം മാറോടു ചേർക്കുന്ന ദൈവം മാറാത്ത ദൈവം മറക്കാത്ത ദൈവം മാറോടു ചേർക്കുന്ന ദൈവം നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ യാഹന്നയിടയൻ കൂടെയുണ്ട് കൺമണി പോലെ കാത്തിടുവാൻ യാഹന്നയിടയൻ കൂടെയുണ്ട് കൺമണി പോലെ കാത്തിടുവാൻ പാറയെ പിളർന്നു ജലനദി ഒഴുക്കിയിടും മാധുര്യമാക്കും മാറയിൻ തെളിനീരും പാറയെ പിളർന്നു ജലനദി ഒഴുക്കിയിടും മാധുര്യമാക്കും മാറയിൻ ജലനീരും കരുതുന്ന ദൈവം കനിവുള്ള ദൈവം കണ്ണീർ തുടയ്ക്കുന്ന ദൈവം കരുതുന്ന ദൈവം കനിവുള്ള ദൈവം കണ്ണീർ തുടയ്ക്കുന്ന ദൈവം നോവുകൾ നിറയും
മരുഭൂയാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ യാഹന്നയിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. യാഹന്നയിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. താങ്ക് യു. ഇപ്പോൾ പ്രാരംഭ പ്രാർത്ഥന ബഹുമാനപ്പെട്ട KP തോമസ് അച്ഛൻ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, സ്വർഗീയ ദൈവമേ, ഈ മനോഹരമായ ദിവസത്തിന്റെ സയന്ന സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വലിയവനായ ദൈവത്തെ ആരാധിക്കുവാൻ, പ്രത്യേകിച്ച് ഇന്ന് സീനിയർ സിറ്റിസൺ സൺഡേ ആയി വേർതിരിച്ച് ദൈവമേ, നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കളെ േണ്ടതിൻ്റെയും കരുതേണ്ടതിൻ്റെയും അവർക്ക് ലഭ്യമാകേണ്ട ആദരവിൻ്റെയും അനുഭവങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും അതിൻ പ്രകാരം അവരെ ഉൾക്കൊള്ളുവാൻ കർത്താവെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ആഹ്വാനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ കലുഷിതമായ പ്രതിസന്ധികൾ നിറഞ്ഞതായ ഒരു അവസ്ഥയാകുന്നുവല്ലോ. എത്രയോ മാസങ്ങളായി ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഭവനങ്ങളിൽ തന്നെ കഴിയേണ്ട സാഹചര്യം, അടിയങ്ങളുടെ ദേവാലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നു. എല്ലാ മേഖലകളും ദൈവമേ ഒരു സ്തംഭനാവസ്ഥയിലൂടെ കഴിഞ്ഞു പോകുന്ന സാഹചര്യമാകുമല്ലോ. ഇതിന്റെ മധ്യത്തിലൊക്കെ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം ഓരോ ദിവസവും പരിപാലിക്കുന്നത് ഓർത്ത് സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ ഈ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൽ വളരെ സജീവമായിട്ട് നേതൃത്വം നൽകിയ നിലകൊണ്ട ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും ഞങ്ങളെ വിട്ട് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടല്ലോ. അവരുടെയൊക്കെ ധന്യമായ ജീവിതത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഇന്ന് ഇടുക്കി സെന്റ് ജോൺസ് ഇടവകയിൽ പ്രിയപിതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായി കഴിയുന്ന കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ആവശ്യമായ സമാധാനവും ആശ്വാസവും തന്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഇന്ന് സെന്റർ മീറ്റിംഗ് ആയിട്ട് സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒത്തുചേർന്നിരിക്കുമ്പോൾ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സി ജോണച്ചനായിട്ട് പ്രാർത്ഥിക്കുന്നു. വിവിധ ശുശ്രൂഷകളിൽ ഇന്ന് പങ്കെടുക്കുന്ന നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർക്കുന്നു. വചന ശുശ്രൂഷ നിർവഹിക്കുന്ന അവിടുത്തെ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ലാസ് എടുത്ത് സഹായിക്കുന്ന ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരിലും ദൈവകൃപ ഇന്ന് വ്യാപരിക്കുവാനും ഞങ്ങൾ ഒരുമിച്ച് ലഭിച്ചിരിക്കുന്ന ഈ അവസരം വളരെ ബലകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ സയന്ന വേളയിൽ ഞങ്ങളെല്ലാവരും അനവധിയായിട്ട് അനുഭവിച്ച് കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം തമ്പുരാന് സ്തോത്രം കരയേറ്റുവാൻ ഈ കൂടിവരവിലൂടെ സാധ്യമായി തീരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധയോടെ കേട്ടതിനായി സ്തോത്രം. സകലതും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. താങ്ക് യു അച്ഛാ. ഇപ്പോൾ നമ്മെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഫെലോഷിപ്പിന്റെ സെക്രട്ടറി ശ്രീ MS രാജു സ്വാഗതം ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ സൂം മീറ്റിംഗിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജോണച്ചൻ, പൂനെ സെന്ററിലെ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠർ, മുഖ്യ അതിഥിയായി സംബന്ധിക്കുന്ന ഡോക്ടർ സുനിത ബി വർഗീസ്, അതിഥിയായി സംബന്ധിക്കുന്ന മിസ്റ്റർ S തോമസ്, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന വിശ്വാസി സമൂഹമേ എന്റെ സ്നേഹവന്ദനം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. എന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ നമ്മുടെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സി ജോണച്ചൻ ഈ മീറ്റിംഗിലേക്ക് പൂനെ സെൻട്രൽ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു.
ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പൂന സെന്ററിലെ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠര് പൂന സെന്റർ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ നാമത്തിൽ സ്വാഗതം നേരുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ അതിഥിയായി ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഡോക്ടർ സുനിത ബി വർഗീസ് MD, ചിഞ്ചുവാട് നിരാമയ ഹോസ്പിറ്റൽ ഫിസിഷ്യനും ICU-ന്റെ ഹെഡായി വർക്ക് ചെയ്യുന്നു. ഇമ്മാനുവൽ MTC മെമ്പറായ മിസ്റ്റർ CC വർഗീസ് അങ്കിളിന്റെ മൂത്ത മകൻ ബിനു വർഗീസിന്റെ സഹധർമ്മിണിയും തുർക്കി സെന്റ് ജോൺസ് MTC മെമ്പറുമാണ്. നമുക്ക് ആവശ്യമായ ഇലക്ട്രോണിക് സഹായിക്കുന്ന പൂന സെൻട്രൽ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ നാമത്തിൽ സ്വാഗതം അർപ്പിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിൽ അതിഥിയായി സംബന്ധിക്കുന്ന മിസ്റ്റർ S. തോമസ് ദേവരോട് വിനേശ്വർ MTC മെമ്പറാണ്. വചന ശുശ്രൂഷകൾ നമ്മെ പോഷിപ്പിക്കുന്നതിൽ പൂന സെൻട്രൽ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ നാമത്തിൽ സ്വാഗതം നേരുന്നു. നമ്മുടെ ആവശ്യപ്രകാരം പാട്ടുകൾ പാടി ഈ പ്രോഗ്രാമിനെ മോടി പിടിപ്പിക്കുന്ന തുർക്കി സെന്റ് ജോൺസ് MTC സീനിയർ സിറ്റിസൺ അംഗങ്ങൾ, പിമ്പിനി സെന്റ് തോമസ് MTC സീനിയർ സിറ്റിസൺ അംഗങ്ങൾ ഫെലോഷിപ്പിന്റെ നാമത്തിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇതിനെ സംബന്ധിക്കുന്ന ഓഫീസ് ബെയറേഴ്സ്, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും പൂന സെൻട്രൽ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ നാമത്തിൽ സ്വാഗതം നേരുന്നു. ഈ ഗൂഗിൾ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും പൂന സെൻട്രൽ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ നാമത്തിൽ സ്വാഗതം ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള പൂന സെന്ററിലെ എൻ്റെ സഹോദര പട്ടക്കാരായിരിക്കുന്ന വർഗീസ് മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട KP തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട PV ഷിബു അച്ഛൻ, ഈ 3 അച്ഛന്മാരെയാണ് ഞാൻ ഇപ്പോൾ ഈ സൂമിൽ കാണുന്നത്. മറ്റ് അച്ഛന്മാർ ചേർന്നിട്ടുണ്ടെങ്കിൽ അവരെ ഓരോരുത്തരെയും പൂന സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ ഔദ്യോഗിക ഭാരവാഹികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇന്ന് നമുക്ക് മുഖ്യ അതിഥിയായി ഈ മീറ്റിംഗിൽ നമുക്ക് ക്ലാസ്സുകൾ നയിക്കുന്ന ഡോക്ടർ സുനിത B. വർഗീസ്, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ജ്യേഷ്ഠ സഹോദരങ്ങളെയും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുകയും പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സെക്രട്ടറിയോട് ചേർന്ന് തന്നെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട KP തോമസ് അച്ഛൻ പ്രാരംഭ പ്രാർത്ഥനയിൽ സൂചിപ്പിച്ചതുപോലെ ഈ പാൻഡമിക്കിന്റെ നാളുകൾ നമ്മുടെ ഒരുപാട് സീനിയർ സിറ്റിസൺസ് നമുക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് ഖഡ്ഗി ഇടവകയിലെ ഒരു സീനിയർ മെമ്പർ, കഴിഞ്ഞ 6-7 വർഷമായി അദ്ദേഹം ഒരു ആക്സിഡന്റിന് ശേഷം ക്ഷീണിതനായി ഭവനത്തിലായിരുന്നു. എന്നാൽ അദ്ദേഹം കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ചില ആഴ്ചകൾക്ക് മുൻപ് പൂന പള്ളിയിൽ നിന്നും ഒക്കെ നമ്മുടെ ആ പള്ളിയുടെ വളരെ സജീവ അംഗത്തിൽ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ നെടുനായകത്വം വഹിച്ചതായിരിക്കുന്ന പ്രിയപ്പെട്ട അങ്കിൾ, അങ്ങനെ അനേകം ഓരോ ഇടവകയ്ക്കും ഇതുപോലെ വേദനിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. ആ അനുഗ്രഹീതമായിരിക്കുന്ന ജീവിതങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഇപ്പോൾ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ കൂട്ടായ്മ നൽകുന്ന സീനിയേഴ്സിന്റെ വിയർപ്പിന്റെ മണമാണ് ഇവിടെയുള്ള ഓരോ ഇടവകളുടെയും ഓരോ കല്ലുകൾക്കുമുള്ളത്. അതുകൊണ്ട് ഈ സീനിയർ സിറ്റിസൺ തലമുറയോട് സഭ ആകമാനമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. ജോലി തേടി ഈ പൂനായുടെ മണ്ണിലേക്ക് വന്ന് ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്തു. അതിനോടൊപ്പം തന്നെ പിതാക്കന്മാരുടെ ദൈവത്തെ തങ്ങളുടെ ഹൃദയത്തിലും നെഞ്ചിലുമേറ്റി സഭയെ തങ്ങളുടെ പ്രാണവായുവായി ഉൾക്കൊണ്ടുകൊണ്ട് സഭയെ ഏറെ സ്നേഹിക്കുകയും സഭയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അക്ഷീണം യത്നിക്കുകയും ചെയ്ത
ഒരു തലമുറയാണ് ഇന്ന് ഇവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. സഭയുടെ വളർച്ചയിൽ നിങ്ങൾ നൽകിയ സംഭാവനകൾ ഒരുപക്ഷെ നമ്മുടെ വരും തലമുറകൾക്ക് അത്രത്തോളം ആർജവത്തോടു കൂടെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാം സന്ദേഹമുണ്ട്. എങ്കിലും നിങ്ങൾ ഇട്ടതായിരിക്കുന്ന ഈ അടിത്തറയിൽ പണി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം വരും തലമുറകൾക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിനെ സംബന്ധിച്ചും ശക്തമായ ഒരടിത്തറ നമുക്ക് സെന്റർ തലത്തിലുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് മുൻപ് ഇതിന്റെ ചുമതല നിർവഹിച്ച ബഹുമാനപ്പെട്ട KP തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെ സജീവമായിട്ടുള്ള ഒരു സംഘടനയാണ് ഇപ്പോൾ നമ്മുടെ ഈ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന്റെ ഈ വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഒരു നല്ല തുടക്കത്തോടുകൂടെ ആരംഭിക്കുവാൻ നമുക്കിടയായി. നമ്മുടെ ഭദ്രാസന എപ്പിസ്കോപ്പ അഭിവന്യ ഡോക്ടർ യോക്കിം മാർ കൂർലോസ് അഫർഗൻ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ നേതൃത്വത്തിൽ ഡയസിഷൻ സെക്രട്ടറി ഡോക്ടർ ജോൺ ജോസഫ് അച്ഛൻ്റെ സന്ദേശത്തോടുകൂടെയാണ് നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ സമാരംഭിച്ചത്. ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിലും ഏകദേശം 91ഓളം ആളുകൾ ഇപ്പോൾ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും കുറെ അധികം ആളുകൾ യൂട്യൂബ് ലിങ്കിലൂടെയും നമുക്ക് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അത് വളരെ നമുക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ ഈ താല്പര്യത്തെ മാനിക്കട്ടെ, ദൈവം നമ്മുടെ ഈ കൂട്ടായ്മയെ മാനിക്കട്ടെ. ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹം, പരസ്പരം കാണുവാനും കൂട്ടായ്മ അനുഭവിക്കുവാനുമായിട്ടുള്ള ഒരു ആത്മദാഹം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിൽ തന്നെയും നമ്മുടെ പരിചിത മുഖങ്ങളെ വീണ്ടും കണ്ട് സന്തോഷിക്കുവാനായിട്ടുള്ള ഈ ഒരു താല്പര്യം നിശ്ചയമായും അത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ വർധനവിന് മുഖാന്തരമാണ്, അനുഗ്രഹത്തിന് മുഖാന്തരമാണ്. അതുവഴി സഭയുടെ കെട്ടുമണിക്കും ഇത് ഏറ്റവും പ്രയോജനകരമാണ് എന്ന് ഞാൻ ആമുഖമായി അനുസ്മരിക്കുകയാണ്. ഇന്ന് നാം സീനിയർ സിറ്റിസൺ സൺഡേ ആയിട്ട് സഭ വേർതിരിച്ചിരിക്കുന്ന ദിവസമാണ്. നമ്മുടെ കഴിഞ്ഞ കമ്മിറ്റി ബഹുമാനപ്പെട്ട KP തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള പൂന സെന്റർ കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. നമ്മുടെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിനെ സഭയുടെ ഒരു ഔദ്യോഗിക സംഘടനയായി, എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതാണ്ട് അൺലോഫുൾ ആണെന്നുള്ളതല്ല, ഔദ്യോഗികം എന്ന് പറയുമ്പോൾ ഇടവക കൈസ്ഥാന സമിതിയിലും സഭാ മണ്ഡലത്തിലും ഒക്കെ തന്നെ പ്രാതിനിധ്യം വരുന്ന കേന്ദ്രതലത്തിൽ അതിൻ്റെ സംഘടനാ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റണമെന്നുള്ള ഒരു പ്രമേയം നമ്മുടെ ഈ ഫെലോഷിപ്പിന്റെ പൂന സെന്റർ അഭിനന്ദ മെത്രാപ്പോലിത്ത തിരുമേനിക്ക് സമർപ്പിച്ചിരുന്നു. അദ്ദേഹം അത് കാര്യമായ രീതിയിൽ പരിഗണിക്കുകയും അത് പോസിറ്റീവായ രീതിയിലുള്ള മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ അത് മെത്രാപ്പോലിത്ത മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ, അത് സഭാ മണ്ഡലമാണ് ആത്യന്തികമായിട്ട് അതിനുള്ള പ്രമേയം പാസാക്കി അതിനുള്ള ഭരണഘടന അംഗീകരിച്ച് സംഘടനയായിട്ട് പ്രഖ്യാപിക്കേണ്ടത്. എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്തായിൽ നിന്നും അനുഭാവപൂർവമായിട്ടുള്ള ഒരു മറുപടിയാണ് KP തോമസ് അച്ഛന് ലഭിച്ചത്. അച്ഛൻ ആ മറുപടി എനിക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കുവാൻ നമ്മുടെ ഈ പൂന സെന്റർ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന് സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മുൻകൈ എടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് KP തോമസ് അച്ഛനെയും ഞാൻ വളരെ വിനയത്തോടുകൂടെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് സീനിയർ സിറ്റിസൺ സൺഡേ ആയിരുന്നു. നമുക്ക് നമ്മുടെ ഇടവകളിലൊക്കെ സീനിയർ സിറ്റിസൺസ് ആയിരിക്കും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിരിക്കുന്ന ധ്യാന ചിന്തകൾ ഇന്ന് പ്രഭാതത്തിലൂടെ ലഭിച്ചു. എങ്കിലും ഈ ഒരു കൊടിവരം എന്നുള്ള നിലയിൽ ഒരു ചെറിയ ഇന്നത്തെ നമ്മുടെ വേദഭാഗങ്ങളെയൊക്കെ ആസ്പദമാക്കി ചിന്തിക്കുമ്പോഴുള്ള ഒരു സാധാരണമായ ഒരു ചിന്ത ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം പൂർത്തീകരിക്കാം. നമ്മുടെ ഇന്നത്തെ
2 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് seniors who are anointed to bless the generations. തലമുറകളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട ഒരു മുതിർന്ന തലമുറ. യാക്കോബ് തൻ്റെ മകനായ യോസഫിനെ അനുഗ്രഹിപ്പാൻ മിസ്രൈം ദേശത്ത് വെച്ച് യോസഫിന്റെ ഭവനത്തിൽ വെച്ച് മുതിരുന്നതായിട്ടുള്ള അവസരത്തിൽ യോസഫിനെ മാത്രമല്ല, യോസഫിന്റെ തലമുറകളായിരിക്കുന്ന മനശ്ശയെയും എഫ്രൈമിനെയും അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു മുതിർന്ന പിതാവ്, ഒരു പേട്രിയാർക്ക് അവിടെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം തൻ്റെ മകനെയും കൊച്ചുമക്കളെയും അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, എൻ്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവം, എൻ്റെ പൈതൽ പ്രായം മുതൽ ഇന്നയോളം എന്നെ വഴി നടത്തിയവനായ ദൈവം ഈ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മുതിർന്ന തലമുറയ്ക്ക് ഉള്ള ഒരു വലിയ നിയോഗമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവം, എൻ്റെയും ദൈവം പൈതൽ പ്രായം മുതൽ തന്നെ എന്നെ നടത്തിയവനായിരിക്കുന്ന ദൈവം. അത് വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ഇന്ന് നമ്മുടെ ചെറുതലമുറ സഭയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് സന്ദേഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത് പല കാരണങ്ങൾ അതിനുണ്ട്. ഉണ്ടാകുന്ന ചിതറിപ്പാർക്കുന്ന ഡയസ്പറയുടെ അനുഭവങ്ങൾ, ജോലി തേടി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കുന്ന അനുഭവങ്ങൾ. എന്നാൽ നമുക്ക് നമ്മുടെ തലമുറകളെ സഭയോട് ചേർത്ത് നിർത്തുവാൻ പിതാക്കന്മാരുടെ ദൈവം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ ഉള്ള ഒരു വലിയ നിയോഗം നമ്മുടെ സഭയ്ക്കുണ്ട്. കുഞ്ഞുങ്ങൾ സഭയിൽ നിന്ന് അകന്ന് മറ്റ് വിശ്വാസങ്ങളിലേക്കോ മറ്റ് സഭാ കൂട്ടായ്മകളിലേക്കോ നോൺ ഡിനോമിനേഷനിലായിരിക്കുന്ന കൂട്ടങ്ങളിലേക്കോ ഒക്കെ പോകുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്ന ഒരു വലിയ ലിങ്കേജ് ഉണ്ട്. ആ ലിങ്കേജ് എന്ന് പറയുന്നത് ഈ പിതാക്കന്മാരുടെ ദൈവം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു നിയോഗം മുതിർന്ന തലമുറയ്ക്ക് ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് സാധ്യമല്ല, കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ വിസ്മരിക്കുന്നു എന്നൊന്നും അല്ല, ഒരു ഒരു പ്രീസപ്പോസിഷനിലൂടെയൊന്നും ഞാൻ പറയുകയല്ല. എന്നാൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറകൾക്കുമൊക്കെ നാം രുചിച്ചറിഞ്ഞ ദൈവത്തെ, നാം ആരാധിച്ച ദൈവത്തെ ആരാധിപ്പാൻ ആ രീതികൾ അവർക്ക് നൽകിക്കൊടുക്കുവാൻ ഉള്ള വലിയ ചുമതലയുണ്ട്. അത് നമ്മൾ നിർവഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ കൂട്ടായ്മയൊക്കെ തന്നെ നമ്മുടെ യുവജന സഖ്യത്തിനും ഇവിടെയുള്ള സൺഡേ സ്കൂളുകൾക്കൊക്കെ തന്നെ ഒരു വലിയ പ്രചോദനമാണ്. ഈ പ്രായത്തിലും ഇത്രയും ആളുകൾ ഒരുപക്ഷെ കൂടി വരുന്നതായിരിക്കുന്ന മീറ്റിങ്ങുകൾ എന്ന് പറയുമ്പോൾ സഭയോടുള്ള നമ്മുടെ സ്നേഹം, ദൈവത്തോടുള്ള നമ്മുടെ ഭക്തി, ഇതെല്ലാം വെളിവാകുന്നതാണ്. ഇതൊക്കെ നിശ്ചയമായും ഒരു തലമുറയ്ക്ക് പ്രചോദനം തന്നെയാണ്. അതുകൊണ്ട് ഈ നമ്മുടെയൊക്കെ അനുഗ്രഹം, പിന്നെ ഇവിടെ നാം കാണുന്ന ഒരു സാക്ഷ്യത്തോടു കൂടെയുള്ള അനുഗ്രഹമാണ്. എൻ്റെ പൈതൽ പ്രായം മുതൽ എന്നെ വഴി നടത്തിയവനായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു പ്രബോധനപരമായിരിക്കുന്ന ഒരു റോൾ എല്ലായ്പ്പോഴും മാതാപിതാക്കൾക്കും മുതിർന്ന തലമുറയ്ക്കും ഉണ്ട്. അതുകൊണ്ട് നാം അനുഗ്രഹിക്കുന്നവരായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് വിശുദ്ധ ഏവൻഗേലിയനായിട്ട് വായിച്ചപ്പോൾ നമുക്ക് അവിടെ നാം കാണുന്നത് ശിമിയോനും ഹന്നായും ദേവാലയത്തിൽ 2 വയോധികർ യേശു കുഞ്ഞിനെ അവിടെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുവാനായിട്ട് കൊണ്ടുവരുമ്പോൾ കുഞ്ഞിനെ കയ്യിലേന്തിക്കൊണ്ട്, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുക, നീ ഇസ്രായേലിനായിട്ട് രക്ഷയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ വലിയ നന്മയെ ഞാൻ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടെ ആ പൈതലിനെ അനുഗ്രഹിക്കുന്ന ഒരു ജനറേഷനെയാണ് നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏജിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സയൻസ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ആർട്ട് ആൻഡ് ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. അതിനെക്കുറിച്ച് ഡോക്ടർ സുനിതയിലൂടെ നാം കേൾക്കുവാനായിട്ട് പോവുകയാണ്. ഒരിക്കലും നമുക്ക്
പ്രായമാകുന്നു എന്നുള്ളത് തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഇറ്റ് ഈസ് എ നാച്ചുറൽ ആൻഡ് സയന്റിഫിക് പ്രോസസ്, ബട്ട് വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് ആൻ ആർട്ട് ബൈ blessing others and blessing the younger generations, the coming generations. അതിന് ദൈവം തമ്പുരാൻ ധാരാളമായിട്ട് ഇടയാകട്ടെ. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതായിരിക്കുന്നത് 2 തിമോഥെയോസ് 4-ാമത്തെ അധ്യായം ഇന്ന് നമുക്ക് ലേഖന ഭാഗമായിട്ട് വായിപ്പാനായിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. സോ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടവുമാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു അക്കംപ്ലിഷ്മെന്റ് ആണ്. ഓട്ടം തികയ്ക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിന് ദൈവം തമ്പുരാൻ നമ്മെ ഇടയാക്കുന്നതോർ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ദിനംതോറും ക്ഷയിച്ചു പോകുന്നു, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ദിനംതോറും ക്ഷയിച്ചു പോകുന്നു, എങ്കിലും അകമേയുള്ളവൻ അധികം പുതുക്കം പ്രാപിക്കുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറഞ്ഞു, നിങ്ങളിലുള്ള മൂത്തവരെ അപ്പനെ പോലെ, നിങ്ങളുടെ മൂത്ത സ്ത്രീകളെ അമ്മയെ പോലെ കരുതണം എന്നാണ് സഭാ ശുശ്രൂഷകനായ തിമോഥെയോസിനോട് പൗലോസ് ഉപദേശിച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, നമ്മുടെ ഈ കൂട്ടായ്മ അനുദിനം വർദ്ധിച്ചു വരുവാൻ, ദൈവകൃപയിൽ ബലപ്പെട്ട് തലമുറകളെ അനുഗ്രഹിക്കുന്ന പിതാക്കന്മാരുടെ ദൈവത്തെ ഈ ജീവിതത്തിന്റെ സായാഹ്ന അനുഭവങ്ങളിലും സാക്ഷിക്കുന്ന ഒരു സമൂഹമായി, ഒരു വിറ്റ്നസിങ് കമ്മ്യൂണിറ്റിയായി നിലനിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിങ്ങിൽ ഒരു ധ്യാന പ്രസംഗം നിർവഹിക്കുന്നത് നമ്മുടെ മധ്യേ തന്നെയുള്ള ദേവറോഡ് ഇടവകയിൽ നിന്നുള്ള പ്രിയപ്പെട്ട എസ് തോമസ് അങ്കിളാണ്. അതിനുശേഷം നമ്മുടെ ക്ലാസ് നയിക്കുന്നതും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ മാർത്തോമ ഇടവക അംഗവും ഇവിടെ പരിചയപ്പെടുത്തിയല്ലോ CMS രാജു, ശ്രീ സുനിത ബി വർഗീസ് ആണ്. നിരാമയ ഹോസ്പിറ്റൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ ICUവിന്റെ ചുമതല നിർവഹിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്നതായിട്ടുള്ള ഡോക്ടർ സുനിത ബി വർഗീസ്. ഈ പാൻഡമിക്കിന്റെ നാളുകളിൽ ഡോക്ടർ സുനിത വളരെ സ്തുത്യർഹമായ ശുശ്രൂഷകളാണ് നിർവഹിച്ചത്. അനേകർക്ക് ആവശ്യമായിരിക്കുന്ന കൺസൾട്ടേഷൻസ്, അത് ഓൺലൈനായിട്ടും ഒക്കെ തന്നെ എപ്പോൾ ഒരു ആവശ്യമുണ്ടെങ്കിലും സുനിതയെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു വൈമനസ്യവും കൂടാതെ വളരെ സന്തോഷത്തോടു കൂടെ എല്ലാവരെയും ഗൈഡ് ചെയ്യാനും ശുശ്രൂഷിപ്പാനും സദാ സന്നദ്ധയാണ്. സുനിതയോട് ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, സുനിതയുടെ ഫാദർ ഇപ്പോൾ ശയ്യാവലംബനായി ഭവനത്തിലുണ്ട്. അതിൻ്റെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും അതൊന്നും വകവയ്ക്കാതെ സന്തോഷത്തോടുകൂടെ ഈ നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇന്ന് ക്ലാസ് നയിക്കാനായിട്ട് നമ്മെ ഒരുങ്ങിയിരിക്കുകയുമാണ്. ഞാനും ഒരിക്കൽ കൂടെ ഡോക്ടർ സുനിതയോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ഇപ്പോൾ എസ് തോമസ് അങ്കിൾ വചന ശുശ്രൂഷ നിർവഹിക്കുന്നത്രേ. അതേ തുടർന്ന് ഡോക്ടർ സുനിത ഇന്നത്തേക്കുള്ള നമ്മുടെ ക്ലാസ്സുകൾ നയിക്കുന്നതുമാണ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. യെസ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട സായാഹ്ന സമയം സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ നാമത്തില് സെന്ററായിട്ട് നമുക്കൊന്നിച്ചു കൂടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിട തന്നതോർത്ത് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് സഭയായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സീനിയർ സിറ്റിസൺ, അതായത് മുതിർന്ന പൗരന്മാരെ ആദരിച്ച് ആരാധിക്കുന്ന ഒരു ദിനമായിട്ട് നമ്മുടെ സഭ കൊണ്ടാടുകയായിരുന്നല്ലോ. അച്ഛൻ വളരെ ആഴമായിട്ട് മുതിർന്ന പൗരന്മാർ, പ്രത്യേകിച്ച് ഈ പൂനെയുടെ സെൻട്രൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവരുടെ വിയർപ്പും രക്തത്തിന്റെയും മണമാണ് നമ്മുടെ ദേവാലയങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇന്ന് തലമുറ അനുഭവിക്കുന്നതെന്ന് വളരെ വാസ്തവമായിട്ട് പറയുകയുണ്ടായി. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ഇന്ന് നമ്മൾ ഏവങ്കേലിയോൻ വായിച്ച് എല്ലാവരും ധ്യാനിച്ച ഭാഗം തന്നെ ഞാൻ
ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഒന്നുകൂടി ആവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 25 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ അതിന്റെ 25-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. യെരുശലേമിൽ ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹരമായ സായാഹ്ന സമയത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ മക്കളാകുന്ന അടിയങ്ങൾക്ക് കർത്താവെ, ഈ പാൻഡമിക് യുഗത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ, പരിതസ്ഥിതിയോ പരിമിതിയോ കണക്കിലാക്കാതെ വണ്ണം അടിയങ്ങൾക്ക് കൂടുവാനും പ്രാർത്ഥിപ്പാനും പിതാവേ, നീ അടിയങ്ങൾക്ക് തന്ന ഈ നല്ല സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ അല്പസമയം വചനത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന നാഥ കർത്താവെ, അടിയൻ ഒരിക്കലും വചനം എടുക്കാൻ യോഗ്യനല്ല. എങ്കിലും അവിടുത്തെ കൃപയൊന്ന് മാത്രമാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, നിന്റെ സാന്നിധ്യം ഇന്ന് അടിയങ്ങളുടെ മേലും അടിയങ്ങളുടെ എല്ലാ ഈ മീറ്റിംഗിന്മേലും ആദ്യാവസാനം കൂടെ ഇരിക്കണമേ. കർത്താവെ, നേതൃത്വം തരുന്ന ബഹുമാനപ്പെട്ട ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങൾക്ക് മുതിർന്ന പൗരന്മാർക്ക് നല്ല ശുശ്രൂഷ, നല്ല തുടർന്നുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവെ, പ്രിയ ഡോക്ടർ അടിയങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ദാസിയെ കൂടുതലായിട്ട് ബലപ്പെടുത്തണമേ. ഇന്ന് അടിയങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്റെ വേർപാട് ദുഃഖിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടിയന്റെ ശബ്ദമല്ല പച്ച പിതാവേ, അവിടുത്തെ ശബ്ദം നിന്റെ മക്കൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇവിടെ തരണമേ. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം അധികമായിട്ട് അടിയങ്ങളിലും കർത്താവെ ഈ യോഗങ്ങളിലും വ്യാപരിക്കണമേ. അടിയങ്ങളുടെ സിസ്റ്റത്തിനൊന്നും ഒരു കേടും വരുത്താതെ പിതാവ് കാത്തുകൊള്ളണമെന്ന് യേശുവിന്റെ നാമത്തെ താഴ്മയോട് യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഞാൻ മുതിർന്ന പൗരന്മാരെ കുറിച്ച് മാത്രം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നവരെല്ലാം മുതിർന്ന പൗരന്മാരാണ്. അവരെങ്ങനെ ജീവിക്കണം, അവരിനിയും പള്ളി വെക്കണോ, അവരിനിയും മറ്റു കാര്യങ്ങൾ ചെയ്യണോ എന്നൊക്കെ ഉള്ള ഉപദേശങ്ങളിലേക്കാട്ടിലുപരിയായിട്ട് തലമുറയെ എങ്ങനെ, ഇന്ന് അച്ഛൻ പറഞ്ഞതുപോലെ തിരുവചനത്തിൽ യാക്കോബ് അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ തലമുറയെ എങ്ങനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളുടെ ദൗത്യം ഏൽപ്പിക്കുവാനായിട്ട് കഴിയും എന്നുള്ള ആ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി അല്പസമയം ഇരിക്കണമെന്ന് വിനീതനായി അപേക്ഷിക്കുന്നു. വാർദ്ധക്യം, ഒരു ചിന്തകൻ ഇപ്രകാരം എഴുതുകയാണ്, വാർദ്ധക്യം ഒരു പുത്തൻ പുലരിയാണ്. വാർദ്ധക്യം അനുഗ്രഹം പകരുവാനുള്ള കാലം. വാർദ്ധക്യം വയോധികൻ, കാലഘട്ടത്തിന്റെ പ്രവാചകൻ. യഹോവയുടെ ആലയത്തിൽ അവരെ നട്ടിരിക്കുന്നു. ദേവാലയ അങ്കണത്തിൽ അവർ തഴച്ചു വളരും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ക്കും. ദൈവത്തോട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന നീതിമാന്റെ സന്തോഷ സങ്കീർത്തനമാണ് ഇന്ന് നാം കേട്ടത്, പറഞ്ഞത് 90-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ജ്ഞാനവുമുള്ള വയോധികരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ വയോജനങ്ങളെ കൊണ്ട് വയോജനങ്ങളെ തൃപ്തിപ്പെടുത്താമെന്നാണ് ഈ ലോകം കരുതുന്നത്. കൊച്ചുകുട്ടികൾ പോലും വയോജനങ്ങളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ TV-യിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. ഒരു കൊച്ചു കുഞ്ഞിനെ ഒരുക്കി അവിടെ പിതാവ് സ്കൂളിലേക്ക് അയക്കുവാനായിട്ട്, ബസ്സിലേക്ക് കയറ്റുവാനായിട്ട്, മോളെ നീ എളുപ്പം സ്കൂളിൽ കയറുവാനായിട്ട് ബസ് വന്നിരിക്കുന്നു, നീ വാ എന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചു കുഞ്ഞു പറയുന്നു, ഡാഡി എന്നെ സ്കൂളിലേക്ക് അയക്കുവാനായിട്ട് എന്റെ കൂടെ വരണ്ട, എന്റെ കൂട്ടുകാരെന്നെ കളിയാക്കും. എന്താണ്? തല നരച്ചിരിക്കുന്ന ഡാഡിക്ക്, അതുകൊണ്ട് കൂട്ടുകാർ കളിയാക്കുമെന്ന്. അതിന് താഴെ പറഞ്ഞേക്കുന്ന സിസ്റ്റോ ഉപയോഗിച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ഈ കറുപ്പ് മാറുമെന്ന്. അതായത് കുഞ്ഞുങ്ങൾ പോലും, അതൊരു അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും അവര് പോലും ഇന്ന് വയോജനങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു ചുറ്റുപാടിലാണ് നാം മാറിക്കൊണ്ടിരിക്കുന്നത്. കർമ്മനിരതരായിരുന്ന വേദപുസ്തകത്തിൽ അധികം കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
കാണിപ്പാനിരിക്കുന്ന വിശാലമായ കർമ്മഭൂമിയിലേക്ക് 90 വയസ്സുള്ള അബ്രഹാമിനെയും അതിനടുത്ത പ്രായമുള്ള സാറയെയുമാണ് ദൈവം വിളിച്ചത്. താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുവാനാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, യഹോവ പറഞ്ഞത്. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുമെന്ന് പറയുമ്പോൾ കാണിക്കുന്ന ഒരാൾ മുൻപിൽ നടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പിൻപിൽ പോയാൽ മതി. ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് നീ ഇന്ന സ്ഥലത്ത് പോയി താമസിക്കൂ എന്ന് പറയുകയല്ലായിരുന്നു. എന്നാൽ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ കാണിക്കുന്ന ഒരാൾ ആ ആളിന്റെ മുന്നിൽ നടക്കുന്നു എന്നുള്ളതാണ് സ്പഷ്ടമായിട്ട് നാം കാണേണ്ടത്. ആ ആളിന്റെ പുറകെ പോകുന്നവർക്ക് ജീവിതത്തിൽ ഒരു പ്രതികൂലങ്ങളും ഒരനർത്ഥങ്ങളും ഒരപകടങ്ങളും നേരിടുകയില്ല. അവരൊരു കുഴിയിലും പോയി ചാടുകയുമില്ല. അതായത് കർത്താവായ യേശു ക്രിസ്തു തിബിരിയാസ് കടൽ തീരത്തിൽ കൂടി സഞ്ചരിച്ചപ്പോൾ കുറെ പേർ മീൻ പിടിക്കുകയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി മീൻ പിടിക്കണ്ട, നിങ്ങളെ എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഹല്ലേലൂയ. എന്റെ പിന്നാലെ വന്നാൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അവർ കാട്ടുമാത്രയിൽ വലയും വള്ളവും മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുറകെ പോയി അവര് ലോകത്തെ കിടുകിട വിറപ്പിക്കുന്ന ഒരു ജനസമൂഹമായിട്ട് അവർ മാറുകയാണ്. അത് തന്നെയുമല്ല, അവർ ഒരു ദിവസം പിടിച്ച മീൻ ഏകദേശം 3000 ചെല്ലുവാനും മനുഷ്യരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് എന്റെ പിന്നാലെ വരിക. കർത്താവായ യേശു ക്രിസ്തു നടന്നു പോകുന്നത് കണ്ടപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ ചെന്നിച്ച് ചോദിച്ചു, ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ നീ ആണോ, അതോ ഞങ്ങൾ വേറൊരുത്തനെ നോക്കണമോ എന്ന്. അല്ല, എന്റെ പിന്നാലെ വരിക എന്നാണ് പറഞ്ഞത്. കർത്താവിന്റെ പിന്നാലെ ചെന്ന് കൂടെ താമസിച്ചപ്പോൾ വീണ്ടും പിരിഞ്ഞു പോകാനായിട്ട് മനസ്സില്ലായിരുന്നു. കൂടെ താമസിച്ച് ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു ചെയ്തത്. ശമരിയാക്കാരി സ്ത്രീ എന്താണ് ചെയ്തത്? കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ട മാത്രയിൽ തന്നെ ഞാൻ മശിഹായെ കണ്ടു. ശമരിയാക്കാരി സ്ത്രീയോട് മാത്രമേ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ ഞാൻ മശിഹായാണെന്ന്. മറ്റൊരുത്തരോടും മശിഹായാണെന്ന് വെളിപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. എന്നാൽ ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു ഞാൻ മശിഹായാണെന്ന്. ശമരിയാക്കാരി സ്ത്രീ ആ കുടം അവിടെ ഇട്ടിട്ട് അവൾ ഓടുകയാണ്. ആരെ? ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ കണ്ട മശിഹായെ നിങ്ങളും കാണൂ എന്ന്. ആ ശമരിയ ദേശം ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ മുഖ്യ കാരണം ശമരിയാക്കാരി സ്ത്രീ ആയിരുന്നു. ഹല്ലേലൂയ. വീണ്ടും ആ ജനങ്ങൾ അവളോട് പറയുകയാണ്, ഇനി നിന്റെ വാക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന്. നമുക്ക് വീണ്ടും ശിമയോനിലേക്ക് മടങ്ങി വരാം. തന്റെ സ്വപ്ന സാക്ഷാത്കാര്യത്തിനായി ദേവാലയത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വയസ്സനായ മനുഷ്യനായിരുന്നു ശിമയോൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് ലഭിച്ചവൻ. തന്റെ കാത്തിരിപ്പിന്റെ പ്രായം അവനൊരു തടസ്സമല്ലായിരുന്നു. എഴുത്തുകാരനായ NV വാര്യർ ഇപ്രകാരം പറയുന്നു, പ്രായത്തെ പറ്റി ചിന്തിക്കാതെ കാര്യത്തെ പറ്റി ചിന്തിക്കൂ എന്ന്. പ്രസിദ്ധനായ സാഹിത്യകാരനായ FD വാര്യർ പറയുകയാണ്, എന്തിന് പ്രായത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, കാര്യത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്ന്. നമുക്ക് ശിമയോനൊരു കാര്യമുണ്ടായിരുന്നു. എന്താണ്? യേശു കുഞ്ഞിനെ കയ്യിൽ എടുക്കും വരെയും മരണം കാണുകയില്ല എന്ന്. ഹല്ലേലൂയ. അതാണ് ജീവിത സായാഹ്നത്തെ അർത്ഥപൂർണവും തിളക്കവുമുള്ളതുമാക്കിയ ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ കഥാപാത്രമായ ശിമയോൻ. മോശയുടെ ന്യായപ്രമാണപ്രകാരം യേശു കുഞ്ഞിനെ ദൈവാലയത്തിൽ സമർപ്പിക്കുവാൻ മാതാപിതാക്കൾ ആ കുഞ്ഞുമായി എത്തുന്നു. ആ കുഞ്ഞിനെ രക്ഷകൻ കണ്ടെത്തുന്നു. അത് തന്നെയുമല്ല, വയോധികനാണ്. ആ കുഞ്ഞിനെ കണ്ടെത്തുന്ന വയോധികനാണ് ശിമയോൻ. ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ശിമയോൻ പാടിയ പാട്ടിനെ ശിമയോന്റെ പാട്ടെന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഇതാ നാഥ, അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേൽ വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികൾക്ക് ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ് ശിമയോൻ പാടിയത്. യേശുവിനെ കരങ്ങളിൽ എടുത്തപ്പോൾ യേശു അവന്റെ ഉള്ളിലായി.
യേശു അവന്റെ ഉള്ളിലായപ്പോൾ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ശിമയോനെ എങ്ങനെ പാടാതെ ഇരിക്കും പ്രിയമുള്ളവരെ? കാരണം ശിമയോനൊരു സ്വപ്നമുണ്ടായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ശിമയോനൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ശിമയോൻ ദിവസവും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ഹല്ലേലൂയ. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയായിരുന്നു ശിമയോൻ പോയി പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു യേശു കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ ശിമയോൻ പാടിയത്. നമുക്കറിയാം, കന്യക മറിയാം ദൈവത്തിന് ദൂതൻ പ്രത്യക്ഷനായിട്ട് അവളോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിന്റെ ഉള്ളിൽ ഇതാ മശിഹ ജാതനാകാൻ പോവുകയാകുന്നു, നിന്റെ ഗർഭഫലം വാഴ്ത്തപ്പെട്ടത് എന്ന്. അപ്പോൾ മറിയ എന്താണ് പറഞ്ഞത്? ഇതാ ഞാൻ നിന്റെ ദാസി. ഹല്ലേലൂയ. ഞാൻ നിന്റെ ദാസി, ഇത് നിന്റെ ഇഷ്ടം പോലെ, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. എന്താണ് പൂർണ്ണമായിട്ട് ആ സമയത്ത് നിന്റെ ദാസി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കാരണം? യഹൂദ മലനാട്ടിൽ ഹല്ലേലൂയ ഉള്ള സകല മാനവരാശിയും കാത്തിരുന്നതാണ്. പ്രത്യേകിച്ച് സകല തരുണീമണികളും കുടിൽ തൊട്ട് കൊട്ടാരം വരെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുവാനുള്ള അവകാശം, ആ പദവി എനിക്ക് ലഭിക്കണമെന്ന് വിചാരിച്ച് കാത്ത് പ്രാർത്ഥിച്ചിരുന്നതായിട്ടുള്ള, ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നതായിട്ടുള്ള അനേക സംഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ വെളിച്ചമാണ് നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ കൂടുതലായിട്ട് പോകുന്നില്ല. അങ്ങനെ ആ പാട്ട് കേട്ടപ്പോൾ തന്നെ, ആ വാക്ക് കേട്ടപ്പോൾ തന്നെ മറിയ പാടുന്ന പാട്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ സകലരും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഹല്ലേലൂയ. അതെന്താണ്? ഒരു സെക്കൻഡ് കൊണ്ട് ഒരു അരുളപ്പാട് ലഭിച്ചതല്ല, കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് പ്രാപിച്ചതായിട്ടുള്ള ഒരു അനുഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഹൃദയത്തിൽ ദൈവം വസിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം വസിക്കുമ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നു. ആ മാറ്റമാണ് ഇന്ന് മനുഷ്യൻ, ദൈവം, സ്വർഗത്തിലെ ദൈവം മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. പാട്ടുകാരനോടൊപ്പം നമ്മൾ ഇപ്രകാരം പാടാറുണ്ട്, യേശുവിൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്ന്. യേശു എന്റെ ഉള്ളത്തിൽ വന്നപ്പോൾ എനിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഈ പാടുന്ന സമയത്ത് മാത്രമേ മാറ്റം ഉണ്ടാകുന്നുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഇത് നാം പരിപൂർണമായിട്ട് ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും മാനസാന്തരവും രൂപാന്തരവുമാണ് ദൈവത്തെ, യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നതിന്റെ പരിണിത ഫലം നമ്മൾ കാണിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് മാനസാന്തരം? എന്താണ് രൂപാന്തരം? അതായത് ഇന്ന് നാം ചെറിയ ഒരു വാക്കെങ്കിലും പറഞ്ഞ് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ വാക്കിനെങ്കിലും നമ്മൾ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകുകയും നമ്മൾ അതിനെ തിരുത്തുകയും ചെയ്യുമ്പോൾ അതിന് മാനസാന്തരം ഉണ്ടാകുന്നു. അതൊരു രൂപാന്തരമാണ്. പക്ഷെ വീണ്ടും വീണ്ടും നാം ആ തെറ്റിനെ ആവർത്തിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? പാപം, ആ പാപത്തെ നമ്മൾ വളരെ സ്നേഹിക്കുന്നു. ആ പാപത്തിന്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ പാപത്തിനൊരു സുഖമുണ്ട്. അതുകൊണ്ടാണ് നാം ഈ പാപങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദിമ മനുഷ്യനെ വിളിച്ച് ചോദിക്കുന്നു, ആദമേ നീ എവിടെ? അയ്യോ ഞാൻ നഗ്നനാണ്, മാറിക്കളഞ്ഞു. എന്താണ് നീ നഗ്നനെന്ന് ഞാൻ പറയാത്ത നീ ചെയ്തോ? അതെ, നീ എനിക്ക് കൂട്ടായി തന്ന ദാസി തന്നു, ഞാൻ തിന്നു. അപ്പോൾ അവളെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഔവ പറയുന്നത് എന്താണ്? പാമ്പ് തന്നു, ഞാൻ തിന്നു. എന്തിനു വേണ്ടിയാണ് പാമ്പ് അത് കൊടുത്തത്? ഞാനത് പെട്ടെന്ന് കടന്നു പോകാനാണ് സ്പീഡിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. സൗന്ദര്യം, അതായത് യഹോവയെ പോലെ തേജസ്സുള്ളവനായിട്ട് എനിക്കും മാറണമെന്ന സൗന്ദര്യത്തിന്റെ ബോധം ഔവ്വായുടെ മനസ്സിലേക്ക് പിശാച് കടത്തിവിട്ടപ്പോൾ അവന് ഒരു രൂപാന്തരം വരുത്തുവാനായിട്ട് പാപം ചെയ്തു. എന്നാൽ യഹോവയായ ദൈവം വിളിച്ചു ചോദിച്ചപ്പോൾ ഇതാണോ മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിച്ചത്? അതായത് കർത്താവായ യേശു ക്രിസ്തു അവൻ പാപം ചെയ്തു പോയി ക്ഷമിക്കണമേ എന്ന് പറയുമെന്നായിരുന്നു വിചാരിച്ചത്. അതാണ് രൂപാന്തരം എന്ന് പറയുന്നത്. അതാണ് ദാവീദ് ചെയ്തത്. ദാവീദ് പാപം ചെയ്തപ്പോൾ ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്. അതാണ് 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളതൊക്കെയും ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ പാദപീഠത്തിൽ വീഴുകയാണ്. ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവര്,
ഇതാണ് പാപം ഏറ്റുപറയുക, പാപത്തിൽ നിന്നൊരു മോചനം ലഭിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ആവർത്തിച്ച പാപം സുഖകരമായിട്ട് പിന്നെ ആവർത്തിക്കപ്പെടുവാനല്ല. ശിമയോന്റെ കരത്തിലെ യേശു കുഞ്ഞ് അവന്റെ ഉള്ളിലെ കിന്നരത്തെ ഉണർത്തുകയായിരുന്നു. യേശു ക്രിസ്തുവിന്റെ കിന്നരമായി ശിമയോൻ മാറുകയായിരുന്നു. സ്വർഗത്തിന്റെ പാട്ട് ഭൂമിക്ക് കേൾക്കുവാൻ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലെ കിന്നരമായി പുത്രനായ ദൈവം മാറിയപ്പോൾ ആ സംഗീതത്തിന്റെ ഹൃദയരാഗം ശിമയോൻ എന്ന കിന്നരത്തിലും ദിവ്യമായ കമ്പനങ്ങൾ നിർമ്മിക്കുകയായിരുന്നു. അങ്ങനെയാണ് ശിമയോൻ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി തന്റെ ജീവിത നിയോഗം പൂർത്തീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതൊരു യാഥാർത്ഥ്യമാക്കി തീർക്കണം. ശിമയോൻ ദേവാലയം വിടാതെ തന്റെ സ്വപ്ന സാക്ഷാത്കാരം നിവർത്തിക്കുന്നതിന് വേണ്ടി തന്റെ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല, നന്മയെ കാണുന്നതായിരിക്കണം. ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞത് എന്താണ്? സ്വപ്നം കാണുമ്പോൾ അത് നമ്മൾ പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കണമെന്ന്. സ്വപ്നം ഉറക്കത്തിൽ കണ്ട് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടു ഇന്നത് എന്ന് പറഞ്ഞു പോകാനല്ല, അതിന്റെ നന്മയെ കാണുവാനായിട്ട്. അതാണ് ശിമയോൻ കാത്തിരുന്നത്. ഇന്ന് ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് 18 മാസക്കാലമായി നമ്മുടെ ദേവാലയങ്ങളൊക്കെയും അടഞ്ഞു കിടക്കുകയാണ്. പ്രിയപ്പെട്ടവര്, നമ്മൾ മുതിർന്ന പൗരന്മാർ, ഇന്ന് അച്ഛൻ ആമുഖമായിട്ട് പറഞ്ഞു, നമ്മുടെ വിയർപ്പിന്റെയും നമ്മുടെ രക്തത്തിന്റെയും തുള്ളികളാണ് ഈ 6 ദേവാലയത്തിലും പ്രതിഫലിക്കുന്നത് എന്ന്. വാസ്തവമല്ലേ? നമുക്ക് ഈ ദേവാലയത്തിൽ പോയി ഒന്ന് ആരാധിക്കുവാനായിട്ട് ഈ കാലങ്ങളിൽ കഴിയുന്നുണ്ടോ? നമുക്ക് ഈ ദേവാലയത്തിൽ നിന്ന് ലഭിക്കാത്തത് എന്തെങ്കിലും ഭൗമികമായിട്ടോ ആത്മീയമായിട്ടോ നമുക്ക് മാറ്റിവെക്കുവാനായിട്ടുണ്ടോ? നമുക്ക് ആപത്ത് വന്നപ്പോൾ, നമ്മുടെ രോഗങ്ങൾ വന്നപ്പോൾ, നമ്മുടെ പ്രയാസങ്ങൾ വന്നപ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ വന്നപ്പോൾ നമ്മെ ഓടി വന്ന് സഹായിച്ചതും ഓടി വന്ന് നമ്മെ മാറോടണച്ച് പ്രാർത്ഥിച്ചതും നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരും നമ്മുടെ ആത്മീയ സുഹൃത്തുക്കളും നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ലഭിച്ച ബന്ധവുമല്ലയോ? ആ ദേവാലയം ഒന്ന് തുറന്നിട്ട് അതിന്റെ ഉള്ളറയിൽ കടന്നിട്ട് അതിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ചെന്ന് ആ ബലിപീഠത്തിന്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുകുത്തുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ആഗ്രഹമില്ലേ? കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ അച്ഛൻ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം ഓർപ്പിച്ചു. അതായത് ഇപ്പോൾ ഓൺലൈനിൽ കൂടിയാണ് പ്രാർത്ഥനയും കൂട്ടായ്മയും ആരാധനയും നടക്കുന്നത്. നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾ ഈ ആരാധനയ്ക്ക് പങ്കുകൊള്ളുന്നു എന്ന് അച്ഛൻ വളരെ പ്രയാസത്തോടു കൂടി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. അതായത് ഞാൻ വേറൊരു ചോദ്യം കൂടി അതിനകത്ത് ആവർത്തിച്ച് ചോദിക്കുകയാണ്. നമ്മുടെ ഏതൊരു കുഞ്ഞുങ്ങളുടെ കയ്യില് ടെലഫോണോ ഇന്റർനെറ്റോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഇല്ലാത്ത ഏതൊരു കുഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ട്? നമ്മളെല്ലാ സൗകര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് അരമണിക്കൂറോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമ്മുടെ ആരാധനയ്ക്ക് ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കുവാൻ ഇരിക്കുവാൻ അവർക്ക് സമയമില്ല. നമ്മളെല്ലാ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് ഇതിന് കാരണം? ഒരു മീവൽ പക്ഷി തന്റെ കുഞ്ഞിന് കൂട് കണ്ടെത്തിയത് ദേവാലയത്തിലായിരുന്നു. അവിടെ ശാന്തതയുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു. ഞാനൊരു ചെറുകഥ എഴുതിയിട്ടുണ്ട്, മീവൽ പക്ഷിയുടെ ആ വിലാപങ്ങൾ എന്ന് പറഞ്ഞു. അതിനകത്തിൽ അവസാനമായിട്ട് ആ മീവൽ പക്ഷി പറന്ന് ആ ദേവാലയത്തിൽ കടന്ന് ആ വിശുദ്ധ മേശയുടെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും കൂട് പണിത് താമസിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ സുരക്ഷിതത്വമുണ്ട്. നമുക്ക് നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ലഭിച്ച എത്രയോ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് നല്ല പദവിയിൽ ഇരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ദേവാലയത്തിൽ കൂടി ലഭിച്ചിട്ടുള്ള നന്മകളല്ലേ, നല്ല നേതൃത്വങ്ങളല്ലേ, നല്ല സഹോദര ബന്ധങ്ങളല്ലേ? ഇത് നമുക്ക് മറക്കുവാനായിട്ട് സാധിക്കുമോ പ്രിയമുള്ളവരെ? എന്താണ് ഇതിന് കാരണം? അബ്രഹാമിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു വരാം. അബ്രഹാം തന്റെ മകനെ വളർത്തിയത് അനുസരണത്തോടു കൂടിയായിരുന്നു, പ്രാർത്ഥനയോടുകൂടിയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. തന്റെ മക്കളെയും ബാല്യക്കാരെയും എല്ലാവരെയും ഒന്നിച്ചിരുത്തി അബ്രഹാം തന്റെ ഭവനത്തിലെ എല്ലാ ആൾക്കാരെയും കൂടിരുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അബ്രഹാമിനുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ മാഹാത്മ്യമായിരുന്നു
തന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടി, ഞാൻ മറ്റൊന്നും പറയുന്നില്ല, തന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടി, അതായത് ബാല്യക്കാരെയും ചാർച്ചക്കാരെയും എല്ലാം വിളിച്ചു വരുത്തി അബ്രഹാം തന്റെ മകനെയും കൂട്ടി വരുത്തിയിരുത്തി അവിടെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ ഈ ചിത്രം മനോഹരമായിട്ട് കാണാം. ബാല്യക്കാരനെ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കുന്നു, എല്ലാവരും കേൾക്കുന്നു. നീ എന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ ചെന്ന്, എന്റെ ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ ചെന്ന്, ഞാൻ വിളിച്ചു വരുന്ന ദൈവത്തിനെ വിളിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ചെന്ന്, ഞാൻ പറയുന്ന ഭാഷ സംസാരിക്കുന്നവരുടെ അടുത്ത് ചെന്ന് എന്റെ മകന് ഒരു ഭാര്യയെ നീ എടുത്തുകൊണ്ട് വരണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഒരു വാക്ക് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുവാനായിട്ട് നമുക്ക് ധൈര്യമുണ്ടോ? അപ്പാ, മമ്മി മരിച്ചിട്ട് കുറെ കാലങ്ങളായി, ഇനിയും പപ്പയുടെ കാര്യം നോക്കി വിടിരുന്നാ മതി. എനിക്ക് തുണയെ ഭാര്യയെ എടുക്കേണ്ടതോ അല്ലെങ്കിൽ എവിടെ നിന്ന് വഹിക്കേണ്ടതോ ഒക്കെ ഞാൻ ആയിക്കോളാം. എന്താണ് ഇതിന് കാരണം? ഞാൻ ആമുഖമായിട്ട് അച്ഛൻ പറഞ്ഞല്ലോ, നമ്മുടെ വിയർപ്പും നമ്മുടെ രക്തത്തിന്റെയും മണമാണ് നമ്മുടെ ദേവാലയം എന്ന്. ഞങ്ങളൊക്കെ ഇവിടെ വന്ന സമയത്ത് ഒറ്റയ്ക്കും കുഞ്ഞിനെ തോളിലെടുത്തും നടന്നും ഞങ്ങൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥന, ഞങ്ങൾ മക്കളോടൊപ്പം ഇരുന്ന് കുടുംബ പ്രാർത്ഥന നടത്തി. അത് കഴിഞ്ഞിട്ട് സൈക്കിളിൽ ഇരുത്തിക്കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് സ്കൂട്ടറിൽ ഇരുത്തിക്കൊണ്ടുപോയി, പിന്നെ ബംഗ്ലാവായി, പിന്നെ ഫ്ലാറ്റുകളായി, കാറുകളുടെ എണ്ണം കൂടി. ഇപ്പോൾ മോനെ പള്ളിയിൽ ആരാധനയ്ക്ക് സമയമായല്ലോ, ഞങ്ങൾ പോവുക, നീ വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ മോൻ എന്താണ് പറയുന്നത്? പപ്പായും മമ്മിയും പൊയ്ക്കോ, ഞങ്ങൾ അടുത്ത കാറില് ഞാൻ പുറകെ വന്നോളാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇങ്ങനെ പറയുന്നു, കുർബാന കാണാൻ പോവുകയാണെന്ന്. ഇവിടെ വരുമ്പോൾ പകുതി കുർബാന കഴിയും. ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെ ദേവാലയത്തിന്റെ സ്ഥിതിയെന്നും നാളെ എന്താകുമെന്നും നമ്മൾക്ക് വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്തിരുത്തിക്കൊണ്ട്, നമ്മുടെ കൊച്ചുമക്കളെ ഇപ്പൊ നമ്മൾ ഗുണദോഷിക്കുവാനാണ് എല്ലാവർക്കും വലിയ താല്പര്യം. ഗുണദോഷിക്കുവാനാണ്, പിടിച്ചിരുത്തി അങ്ങ് ഗുണദോഷിക്കുക. അവർക്കത് കേൾക്കേ വേണ്ട, അവർക്ക് ആ ഗുണദോഷം കേൾക്കുകയും വേണ്ട, അവരെ കാണുകയും വേണ്ട. ഇതുകൊണ്ടാണ് മാതാപിതാക്കളെ വെറുത്ത് കുഞ്ഞുങ്ങൾ ഓടിപ്പോകുന്നത്. എന്റെയും ജീവിതം, എന്റെയും നിങ്ങളുടെയും പ്രവൃത്തി നമ്മുടെ തലമുറയ്ക്ക് അനുകരണീയമായി തീരുവാൻ തക്കവണ്ണം പര്യാപ്തമാകുന്ന രീതിയിലായിരിക്കണം. പ്രിയമുള്ളവര്, നമ്മൾ നമ്മുടെ തലമുറകളെ അടുത്തിരുത്തിക്കൊണ്ട് നമ്മുടെ വിഷമം, അവരെ കുറിച്ചുള്ള ഭാരങ്ങളെ, അവരുടെ ഭാവി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കണ്ണുനീരോടുകൂടി ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, അങ്ങനെ പ്രാർത്ഥിച്ചയക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹമായി തീരും. അതൊരിക്കലും അവർ വേറൊരു തരത്തിലേക്ക് പോവുകയില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് കാരണം എന്താണ്? എനിക്ക് എന്റേത്, എനിക്ക് മതി എന്നുള്ള ഭാവത്തിൽ നാം ഓടി വെള്ളം വെച്ച് നടക്കുകയാണ് പ്രിയമുള്ളവർ. അതായത് ദേവാലയത്തിൽ ആരാധിക്കുന്നതിന്റെ മാഹാത്മ്യം എന്താണ്? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് അഭിമാനിക്കുന്നവരുടെ അടിസ്ഥാന ചുമതലയാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. ആരാധന ആത്മസമർപ്പണമാണ്. അതിലൂടെ ദൈവബന്ധത്തിന്റെ പുതുക്കം അനുഭവിക്കുകയും രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ദൈവിക വിടുതലിന്റെ ആഘോഷമായ ആരാധന ദൈവം മുൻപാകെ നമ്മെ പൂർണ്ണമായി സമർപ്പണം ചെയ്യുവാനും ക്രിസ്തീയ ചുമതലകൾ പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള ശക്തി പ്രദാനം ചെയ്യുകയും ചെയ്യും. കണ്ണുനീരിന്റെയും നിരാശയുടെയും അനുഭവത്തിൽ നിന്നും നിത്യസന്തോഷത്തിന്റെയും പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കുഞ്ഞാടാകുന്ന നല്ല ഇടയൻ നമ്മെ നയിക്കുമെന്ന ഉറപ്പ് ആരാധനാ ബന്ധത്തിൽ നമുക്കുണ്ടാകുവാൻ കഴിയും പ്രിയമുള്ളവരെ. ശിമയോന്റെ ആരാധനാ ശൈലി നോക്കിയാൽ പ്രയാസങ്ങളുടെയും പരിമിതികളുടെയും മുൻപിൽ പതറാതെ വിജയത്തിന്റെ പാത ഉയർത്തിപ്പിടിച്ച മഹാനായിരുന്നു. അതായത് ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിതാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി. ഇത് ജി ശങ്കരക്കുറുപ്പിന്റെ വാക്കുകളാണ്. ജീവിതം വാർദ്ധക്യത്തിലും വൈദവ്യത്തിലും ഇരുളിനെ പ്രകാശമാക്കുവാൻ കഴിയുന്ന വ്യക്തി പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും മധ്യത്തിൽ ദൈവമഹത്വം ദർശിക്കുവാൻ ഇടയാകും. അതാണ് സങ്കീർത്തനക്കാരൻ 91:14 പറയുന്നത്, ഞാൻ അവനോട് പറ്റിയിരിക്കാൻ, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. ഒരു വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്.
ആ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാനായിട്ട്, അത് മാതൃകയാക്കി കൊടുക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങണമേ എന്ന് ആമുഖമായിട്ട് ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് രണ്ടാമത്തെ പാഠം വായിച്ചതിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളായിരുന്നല്ലോ നാം വായിച്ചത്. അതിലെ 8ഉം 9ഉം വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ സകലത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. എന്താണ് കാരണം? നമ്മൾ സകലത്തിലും നഷ്ടപ്പെട്ടവരാണെങ്കിലും നമ്മൾ വിടുവിക്കപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, നിരാശപ്പെടുന്നില്ല. എന്താണ് കാരണം? അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അത് വായിച്ചിട്ട് ശേഷം വേണം 8ഉം 9ഉം വായിക്കും, അപ്പോഴേ അത് മനസ്സിലാകുകയുള്ളൂ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണുള്ളത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിക്ഷേപം ദൈവത്തിന്റെ നിക്ഷേപമാണ്. ദൈവമെന്ന നിക്ഷേപത്തെ മൺപാത്രങ്ങളിലാക്കി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം തന്നിരിക്കുകയാണ്. മൺപാത്രത്തിന്റെ അവസ്ഥ നമുക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മൺപാത്രം ഒരെണ്ണമെങ്കിലും കാണും. അതൊന്ന് എടുത്ത് താഴെ ഇട്ട് നോക്കിയാൽ, ആരും ചെയ്യല്ലേ, അതൊന്ന് താഴെ ഇട്ട് നോക്കിയാൽ നമ്മുടെ തലമുറക്ക് അത് മനസ്സിലാകും. അതൊരിക്കലും യോജിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ മൺപാത്രമാകുന്ന നമ്മളെ ഓരോരുത്തരെയും മൺപാത്രങ്ങളിൽ ക്രിസ്തുവാകുന്ന നിക്ഷേപത്തെ സ്വരൂപിച്ച് ദൈവം തന്നിരിക്കുന്ന എന്തിനാണ്? ഇത് വീണാലും നിരമ്പരിചാകുകയില്ല. താഴെ കീഴ ഭുജമുണ്ട്. ദൈവത്തിന്റെ ഭുജങ്ങളാൽ നമ്മെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണാലും നിലംപരിചാകാത്തത് എന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഈ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ഞാന് എന്റേത് എനിക്ക് എന്ന പാവത്തിൽ വാരിക്കൂട്ടുകയാണ്. അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും ഒക്കെ നടക്കുന്ന രക്തച്ചൊരിച്ചില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നടക്കുന്ന അക്രമങ്ങൾ. എന്താണ് ഇതിന് കാരണം? എനിക്ക് സമ്പാദിക്കണം, എന്റേത് എനിക്ക് മാത്രം മതി, എന്റെ സഹോദരന് പോലും കൊടുക്കുവാനായിട്ട് അവകാശമില്ല. എന്നാ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം ആദ്യേ മനുഷ്യനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മനുഷ്യ, നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് നിങ്ങൾക്കും പറയുവാനായിട്ട് സാധിക്കണം, എന്റെ സഹോദരൻ ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുവാനായിട്ട് സാധിക്കണം, ഹല്ലേലൂയ, നിനക്കാര് കാവൽക്കാരനുണ്ടായിരിക്കുമെന്ന്. ഇന്ന് നാം ഭാവിക്കേണ്ടതിന് മീതെ അങ്ങ് ഭാവിച്ചുയരുകയാണ്. ഹല്ലേലൂയ, നമ്മൾ ഭാവിച്ചുയരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, ഒരു കോടീശനായ ഒരു വ്യക്തി മരണത്തിൽ കിടന്ന് പെടയുകയാണ്. ഒരു മീനെ കരക്കിട്ട് പിടിച്ചപ്പോൾ കിടന്ന് പെടയുന്നത് പോലെ മരണം പെടയുകയാണ്. അദ്ദേഹം പറയുന്നു, എന്റെ കോടികൾ തരാം, എന്നെ ഒന്ന് രക്ഷിക്കൂ. ഹല്ലേലൂയ, നിന്നെയോ എന്നെയോ ഈ പണത്തിനോ കൂട്ടിവെച്ചതിനോ ഒന്നും രക്ഷിക്കുവാനായിട്ട് സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇന്ന് മതത്തിന്റെയും ഭാഷയുടെയും ജാതിയുടെയും പേരിൽ നടക്കുന്ന കൊള്ളകളും കൊലപാതകങ്ങളും കാണുമ്പോൾ ചോര ജീവന്റെ പ്രതീകമാണ്. ഓരോ തുള്ളി ചോരയിലും, പേരറിയാത്ത ഓരോ തുള്ളി ചോരയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നത് ദൈവത്തിന്റെ ന്യായവിധിയാണെന്ന് പ്രിയമുള്ളവരെ നാം മറന്നു പോകരുത്. ഓരോ തുള്ളി ചോരയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നത് ദൈവത്തിന്റെ ന്യായവിധിയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. പീഡനത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും വഴിയാണത്. ക്രൂശ് രക്ഷയുടെ അടയാളമാണ്. ക്രൂശിന്റെ വഴിയിലൂടെ അല്ലാതെ ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്കാർക്കും കഴിയുകയില്ല. നമുക്കറിയാമല്ലോ, വർഷങ്ങൾക്ക് മുന്നമേ ഈ അക്രമങ്ങളും അനീതികളും എല്ലാം കണ്ടുകൊണ്ട് വയലാർ എഴുതിയ 2 വരികളുണ്ട്. അതിന്റെ ചില വരികളൂടെ ഞാൻ പറഞ്ഞിട്ട് എന്റെ വാക്ക് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചില വരികൾ മാത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളെ പങ്കുവച്ചു. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ, മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. എത്ര ഇന്ന് സത്യമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പേ ആ ഹിന്ദുവായ ആ വലിയ മനുഷ്യനെ എഴുതി വെച്ചതാണ്. ഇന്ന് മതങ്ങൾ ചിരിക്കുകയാണ്. ഒരു തുള്ളി ഓരോ കൊച്ചു കുഞ്ഞിനെ വരെയും കൊന്നൊടുക്കുകയാണ്.
നമുക്കറിയാം, ഒരു മൃഗം തന്റെ വിശപ്പടക്കുവാൻ വേണ്ടി മാത്രമേ സഹജീവികളെ കൊല്ലുന്നുള്ളൂ. എന്നാൽ ഇന്ന് മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? മനുഷ്യനെ മൃഗീയമായിട്ട് കൊന്നൊടുക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണ് ഇതിന് ചെയ്യുവാനായിട്ട് കഴിയുന്നത്? പ്രിയമുള്ളവരെ, ശിമയോനെ പോലെ ഞാനും നിങ്ങളും ഒരുപോലെ ദൈവസന്നിധിയിൽ നിന്ന് കണ്ണുനീരോടും കൂടി പ്രാർത്ഥിക്കണം. ദൈവമേ, എന്റെ ദേവാലയം, എനിക്ക് ജന്മം തന്ന ദേവാലയം, എനിക്ക് എന്റെ ആശ്രയമായിരുന്ന ദേവാലയം, അതൊന്ന് തുറന്ന് എനിക്ക് അവിടെ പോയിരുന്നൊന്ന് ആരാധിച്ചതിന് ശേഷം ദൈവമേ മരണം കാണാവേ എന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ അവസാനമായിട്ട് ഒരു ചെറിയ കവിത എഴുതിയതിന്റെ അവസാനത്തെ 2 വരിയൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. മനുഷ്യ, നിൻ പ്രവൃത്തിയെ മാനിച്ച ഈശ്വരൻ മറക്കാതെ കനിഞ്ഞതാണ് ഈ കോവിഡും മഹാമാരിയും വാദിയും വ്യാധി. മനുഷ്യ, നിൻ പ്രവൃത്തിയെ മാനിച്ച ഈശ്വരൻ മറക്കാതെ കനിഞ്ഞതാണ് ഈ കോവിഡും മഹാമാരിയും ആധിയും വ്യാധിയും. പ്രിയമുള്ളവരെ, ശിമയോനെ പോലെ നമുക്ക് ഓരോരുത്തർക്കും ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് നമ്മുടെ ദേവാലയം ഒന്ന് തുറന്ന് നമുക്ക് അവിടെ പോയിരുന്നൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവമേ ഒരവസരം തരണമേ എന്ന്, അത് കഴിഞ്ഞിട്ട് എന്നെ ദൈവമേ നീ വിളിക്കാവേ എന്ന് നമുക്ക് ദൈവത്തെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറയ്ക്ക് ദൈവമേ ഒരു ദോഷവും വരുത്താതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ഈ ഒരവസരം തന്ന ബഹുമാനപ്പെട്ട ജോൺ അച്ഛനോടും അതിന്റെ കമ്മിറ്റി മെമ്പേഴ്സിനോടും എന്നെ കേട്ട എന്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു അങ്കിൾ ഫോർ ദി മെസ്സേജ്. ഇപ്പോൾ ഷിബു അച്ഛൻ ഒരു വാക്ക് അത് പ്രാർത്ഥിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിമ്പ്രി ഇടവകയുടെ പാട്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ വൈകിയ സമയം ഞങ്ങൾക്ക് ഇന്ന് സീനിയർ സിറ്റിസൺ ഡേ ആയിട്ട് കൊണ്ടാടുവാനും ദൈവസന്നിധിയിൽ വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധന കഴിക്കുവാനും ഇപ്രകാരം സെൻട്രായിട്ട് ഒരു കൂടിവരവ് സാധ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയല്ലോ. സ്തോത്രം. ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ കർത്താവെ, ഞങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവ സാമീപ്യം അനുഭവിക്കുമ്പോൾ അതിനൊക്കെയും കർത്താവെ ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരായിരിക്കുന്നു. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസ് സൺഡേ ആയിട്ട് ഞങ്ങൾ കൊണ്ടാടുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവരുടെ ധന്യമായ ജീവിതത്തെയും ശുശ്രൂഷകളെയും സാക്ഷ്യങ്ങളെയും ഒക്കെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കഴിഞ്ഞ നാടുകളിലൊക്കെയും ഞങ്ങളെ പല ദേശങ്ങളിൽ കൊണ്ടാക്കി അവിടെയൊക്കെയും അനുഗ്രഹീത സാക്ഷികളായി നിലനിർത്തിയ ദൈവത്തിന്റെ കരുതൽ, അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതായ ഭൗതികവും ആത്മീയവുമായ നന്മകൾ, ചുറ്റുപാടുകളെ സേവിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് ലഭിച്ച ദർശനങ്ങൾ, ഇവയെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് ഞങ്ങൾക്ക് ദേവാലയങ്ങൾ പണിയുവാനും നിന്നെ ആരാധിപ്പാനും ഒക്കെ ഇടയാക്കിയല്ലോ. നിന്റെ ദാസനിലൂടെ കർത്താവെ, ഞങ്ങൾ ശിമയോന്റെ ജീവിതത്തെ അധികരിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഒരവസരം കൊണ്ട് ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തോത്രം. ദേവാലയത്തെക്കുറിച്ച് എരിവുള്ളവനും ദൈവാലയത്തിൽ ആശ്രയം കണ്ടെത്തിയവനും ഭാവി തലമുറയെക്കുറിച്ച് കർത്താവെ വ്യക്തമായ ദർശനമുള്ളവനുമായ ശിമയോന്റെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കണമെന്നുള്ള നിന്റെ ദാസനിലൂടെ ഞങ്ങളെ ഓർപ്പിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. ഇതിൽ സംബന്ധിക്കുന്നതായ പ്രിയപ്പെട്ട അച്ഛന്മാരെയും ഇതിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ സീനിയർ സിറ്റിസൺസ് ആയ എല്ലാ പ്രിയ ദൈവമക്കളെയും, ഇന്ന് വിവിധ ദേവാലയങ്ങളിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് അംഗങ്ങളെയും, ഞങ്ങളുടെ പൂന സെന്റർ, മുംബൈ ഡയസിന്റെ മറ്റു സഭയുടെയും മറ്റു തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നതായ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ എല്ലാ നേതൃത്വത്തെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇവരുടെ ധന്യമായ ജീവിതവും ശുശ്രൂഷകളും ഭാവി ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കും ചുറ്റുപാടുകളുടെ നന്മയ്ക്കും അനേകം പേരുടെ രക്ഷയ്ക്കും കാരണമായി ഭവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്ന കൂട്ടായ്മയ്ക്കായ സ്തോത്രം സകലവും യേശു കർത്താവിന്റെ നാമത്തിലടിയങ്ങൾ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു അച്ഛൻ. ഇപ്പോൾ പിമ്പ്രി ഇടവകയിൽ നിന്ന് ഒരു പാട്ട് പാടും. അതേ തുടർന്ന് ഡോക്ടർ സുനിത വർഗീസ് ഇന്നത്തേക്കുള്ള നമ്മുടെ ക്ലാസ്സുകൾ നയിക്കുന്നതാണ്. സ്തുതികൾ ശ്രേഷ്ഠനവൻ പരിശുദ്ധാപരൻ, പുതിയൊരു ഗീതമെന്ന് തന്നിടുന്നവൻ. സ്തുതികൾ ശ്രേഷ്ഠനവൻ പരിശുദ്ധാപരൻ. കഷ്ടങ്ങളിൽ കൂടെ നിൽക്കും, നഷ്ടങ്ങളിൽ താങ്ങി നിൽക്കും. കഷ്ടങ്ങളിൽ കൂടെ നിൽക്കും,
നഷ്ടങ്ങളിൽ താങ്ങി നിർത്തും സുസ്ഥിരമാ പാറയാമേശുനായകൻ. പുതിയൊരു ഗീതമെന്നിൽ തന്നിടുന്നവൻ, സ്തുതികളിൽ ശ്രേഷ്ഠനവൻ പരിശുദ്ധാപരൻ. കാഴ്ചകളിൽ വീഴ്ചകളിൽ താളം തെറ്റിപ്പോകുന്നേരം താങ്ങായി കരങ്ങൾ നീട്ടിക്കൂടെ നിന്നിടോ. കാഴ്ചകളിൽ വീഴ്ചകളിൽ താളം തെറ്റിപ്പോകുന്നേരം താങ്ങായി കരങ്ങൾ നീട്ടിക്കൂടെ നിന്നിടോ. ആദികളും ജാതികളും കൂട്ടുവരു സ്നേഹിതനാം, ആദികളും ജാതികളും കൂട്ടുവരു സ്നേഹിതനാം. എന്റെ യേശു എനിക്കെന്നും എത്ര നല്ലവൻ. പുതിയൊരു ഗീതമെന്നിൽ തന്നിടുന്നവൻ, സ്തുതികളിൽ ശ്രേഷ്ഠനവൻ പരിശുദ്ധാപരൻ. ചെടിയിൽ വൻപടത്തിൽ പാത തെറ്റി വീണയും സ്വന്തം നിണം നൽകിയവൻ വീണ്ടെടുത്തതാൻ. ചെടിയിൽ വൻപടത്തിൽ പാത തെറ്റി വീണയും സ്വന്തം നിണം നൽകിയവൻ വീണ്ടെടുത്തതാൻ. ക്രൂശിരഥം ചോരയാലും പാപം നീക്കി തൻ മകനാ, ക്രൂശിരഥം ചോരയാലും പാപം നീക്കി തൻ മകന ചേർത്തണച്ച സ്നേഹമതോ എത്ര ആശ്ചര്യം. പുതിയൊരു ഗീതമെന്ന് തന്നിടുന്നവൻ, സ്തുതികളിൽ ശ്രേഷ്ഠനവൻ പരിശുദ്ധാപരൻ. ശത്രുവിന്റെ പാളയത്ത് തളർന്നു വീണു പോകുന്നവൻ, ശക്തിയാർന്നവൻ കരങ്ങൾ കവചമായിടോ. ശത്രുവിന്റെ പാളയത്ത് തളർന്നു വീണു പോകുന്നു, ശക്തിയാർന്നവൻ കരങ്ങൾ കവചമായിടോ. രക്ഷയേകും ഗോപുരവും അഭയമശിലയും അവൻ, രക്ഷയേകും ഗോപുരവും അഭയമശിലയും അവൻ. എന്നെ കാക്കും യേശു എനിക്കെത്ര വല്ലവൻ. പുതിയൊരു ഗീതമെന്ന് തന്നിടുന്നവൻ, സ്തുതികളിൽ ശ്രേഷ്ഠനവൻ പരിശുദ്ധാപരൻ. പുതിയൊരു ഗീതമെന്ന് തന്നിടുന്നവൻ, സ്തുതികളിൽ ശ്രേഷ്ഠനവൻ പരിശുദ്ധാപരൻ. നമുക്ക് ക്ലാസ് നയിക്കുവാനായിട്ട് ഡോക്ടർ സുനിത ബി വർഗീസിനെ വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രൈസ് ദ ലോർഡ്. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. മിനിറ്റ് അച്ഛന്തോ അച്ഛാ ഒരു മിനിറ്റ് എന്തോ. No problem. Take your time. No problem.
Yeah, sorry, Acha. Praise the Lord. At the outset, I would like to thank Achan and all the committee members for giving me such a wonderful opportunity to interact with the senior citizens of our churches. This itself is a generation which has given us so much of wisdom and helped us in succeeding and reaching to what we are today. So I would start my talk by saluting to all our living treasures, I would call the senior citizens. So my talk today is regarding aging, the science, the art and rest of it. Why have I called like this is, aging, the process, it has got many theories and the natural process, there is a science behind it. So how we age and why we age is the science, and how to successfully age, that is a healthy aging, there has to be a art behind it. So that is what I'm going to talk today. So what does actually aging mean? നേരത്തെയൊക്കെ aging എന്ന് പറഞ്ഞാൽ number of birthdays we have passed, so that used to be the definition. ഓരോ ബർത്ത്ഡേ കഴിയുമ്പോൾ ഓരോ ഏജിന്റെ അനുസരിച്ചുള്ള ചേഞ്ചസ്, and finally there is a deterioration and cumulative changes that occur, and finally death. So that used to be the definition of aging. But over the years the definition has changed a lot. Now what aging is, it's a developmental and maintenance process. So what does it mean? That there is something going on right from our birth, and that is actually a very gradual and universal process going on. And it is after a certain age that we recognize, okay, these changes are happening to us. Why it is important to understand the science behind aging is, if we understand all the aspects of well-being, then we may be able to attain a very high level of life satisfaction. That is the reason why the science behind it is very important. Now, if you look at the definition, WHO has defined, it has divided the age into two. So we'll be talking about only the age above 60. That is a senior citizen group as per the Indian law. So what they have done is 60 to 74, they have called it elderly, 75 to 84 old, and 85 and above is old. So that is how the definition goes. So this definition is important because what happens to a more than 85-year-old person may not be happening to a 60-year-old. So whether a person who has just crossed his 60th birthday should be considered as old. So that's why this definition is important. If you look at the Indian data, the population of senior citizens is just rising. So just see in 1961 and 2011, you look at it, it's 103 million of senior citizens. Now, so the population of senior citizen is growing at twice the rate of the total population. This is very important because when the life expectancy increases, there is a huge burden on the society and each individual to take care of this group of population. So let me come to the goal of my talk. So what I would like at the end of my talk is that my senior citizens should understand, recognize and accept that aging process is a continuum. It is a reality, a natural part of the life cycle. It will happen to all of us. So this is what conscious aging is. So that is what this picture depicts us. And I would also like to change the prevailing view of aging as something to be feared, and the concept that the aged are worthless. It's a myth. And the second part of my talk would be how to improve living, this later part, which is the art of healthy aging. If you look at the theories of aging, there are various theories. I won't go into detail, but it is all in the genes. The genes, the dysregulated immune response, what sort of metabolic rate we are having, what are the environmental toxins we are exposed to, what is the wear and tear, it's just like a car or a machine which is wearing off. So all these contribute and have formed various theories, but till date, no one has reached a consensus on the theory. The drawback of this is that that's the reason why we can't stop aging and increase the life expectancy beyond what is going on right now. So I would like to take you through the physical changes, what is happening as we age.
This is what happens. The skin, the first observed change of old age is the skin. What happens? It becomes dry. It can't retain fluid. The skin sort of hardens up. The elasticity is lost. The fat tissue which is beneath the skin goes off. So we are very happy that we are slimming. But all this fat gets accumulated around the abdomen and around the organs, which is not good. The tactile sensation of the skin is the strongest sense organ. It starts losing as it weakens. So we are not able to perceive things in the way it should be. Look at the muscle. The muscles, they become flabby, they lose strength, they start losing functioning. This is over the years that it happens. Look at the hands. They have become the same way. The subacute tissues are not there. It has become arthritic. The ligaments have slowed down. The nails have start becoming brittle. This is what we all know. Look at the lungs. The lungs lose its elasticity. So we slowly get breathing issues. The balloons in the lungs, they become stiff. Especially if you are a smoker, it becomes difficult to breathe as we age. The immune system, which is supposed to clear off all the infections in the body, starts dwindling. So we are not able to fight off infections after a certain age. The heart, the vessels which supply the heart start hardening, leading to heart attacks. The dental part, it starts decaying, and finally we are all on dentures. The reproductive system, all the hormones starts dwindling, and we attain what we call the menopausal syndrome, the andropausal syndrome. The prostate and the urinary system is also affected. Once you age and cross beyond 65, 70, there is an urgency, precipitancy, urine tonale. And if at all you are passing, you don't feel you don't feel like you have passed full. Then most important is the brain. The brain starts showing its problems. The wiring system is affected. The brain shrinks. So at an age where you're supposed to think that, okay, wisdom has come, experience has come, you start forgetfulness, forgetting things. You don't remember where you have kept your keys. You start getting what you call dementia. So these are all the changes that happen. Apart from this, the hearing system, you start hearing less. The visual, you can't tolerate strong life, you can't focus. The smell dwindles. Touch, I have already told you, there is stronger history of falls. So the vision, farsightedness is caused by the loss of elasticity of the lens. It's presbyopia, so it's not an illness as such. This is why the hearing loss happens, because of the age-related issues that happens in the bones that conduct the sounds. One of the most important things we should know is that the aging of the bones. What happens is the mineral content of the bone decreases. This is what is osteoporosis. And slowly their height starts decreasing, leading to fractures. Fractures are very common in old age. The cartilage becomes more susceptible to stress out. Arthritis can occur. The support system which holds the bone starts weakening. Now, to summarize all the changes, don't be afraid of the changes that are happening. Why I'm talking about these changes is we should know how to handle them, because this is bound to happen. And we should also know how to stop the progression of these physical changes that are happening so that we can age gracefully. Most of you might know about Snow White and the 7 dwarfs. So those dwarfs which we read in our kindergarten books have aged now. Let us look at the dwarfs. What are they? Nappy. Most of the time feeling like sleeping in the daytime, not sleeping in the night. Wrinkly, the wrinkles developing over the faces and the body. Squinty refers to the vision changes. Rocky, most of the time bound to the chair. Saggy, the osteoporosis I spoke of. Farty, even the intestinal system is affected. You tend to produce more gas, acidity.
and leaky, what I refer to as the urinary complaints. So these are the 7 dwarfs of old age. These are the physical changes. Now, what about the social changes? Aging comes with social changes because it is associated with life transitions. Most important is the retirement, where you were managing a big portfolio, you were a big boss, and suddenly you're out of work. You're relocating because maybe your quarters are not there, you are going with your children, the house changes, and simultaneously, as you age and age, you may lose your best friends, your spouse. So all these lead to social changes that happen with age. Mental changes, because of this variety of things I just said, 70% of the elderly have some form of mental instability. It may be minor, it may be major issues, or those who are very calm and composed may have none. So loss of self-esteem because of because of being out of job leads to irritability, agitation at home. You are dependent on somebody now, so anxiety, the fear of how to continue this life, the brain, the decline in the overall mental functions leading to dementia, depression, isolation, the memory loss adds to all these things. So then with all what I've said, what a glim picture it was. Do you think aging is a disease? Now this is an infographic which shows a senior citizens dancing, but with a stick and a walker. This is not aging. This is happy. This is not a disease. This is happy aging. Our own Mammootty will tell us at the age of 70, he continues to act and say, don't say I'm old. So basically the concept of age and that you are not doing well is all in their mind. This is one of my, I'm interested in paintings. This is Grandma Moses. She started her painting work at the age of 78. And her work can now be found in collections of the Art Institute of Chicago, New York, in the major museums all over the world. And she once said, life is what we make it, always has been and always will be. Now, in these 2 years of relentlessly, we have been dealing with COVID, all of us, whether it be COVID warrior, whether it be patients, whoever it is, we have lost so many of our near and dear ones. And here this quote strikes very true. This is by Meryl Streep. She said, you have to embrace getting older. Life is precious. And when you have lost a lot of people, you realize that each day is a gift to us. So this was the part I was talking about, the science of aging. Now I come to my second part, which is healthy aging. Now there are so many aspects to healthy aging. How to remember this? So I just formulated a mnemonic with which you can remember. It is known as detach. D-E-T-A-C-H. Each letter carries some importance and how to finally lead to a healthy aging. What is detach? D stands for diet. E stands for exercises. T stands for thoughts and mind. A for addictions. C for communication, connectivity, checkups I would be talking about. H stands for hobbies. So we'll take one at a time and see how we can all age in a very healthy way. First is a diet part. I think this is the most important part which can help us in leading a very healthy life. We have to always make smart food choices for a healthy aging. We cannot just get away with what we are eating. So everyone should have an approximate idea what is the calorie need in a day. A woman who is not physically active cannot eat more than 1,600 calories. Active lifestyle, which is very rare in our society in India, then only you can have 2,000 to 2,200 calories. Men not physically active, Indian plate, we can say one meal itself is around 400 to 500 calories. So we have to maintain a food diary, which gives an approximate idea what we are eating. And at a time when we think, okay, what we can change, we should be able to go through this diary and say, okay, this is what I can cut down. When you eat something in any packet, you should know what is the nutritional fact in that
packet or the consuming the thing, we should know what is the nutrition in that. What are the ingredients? What are the net contents? What identity it has got? So all these things we should know. Whenever we put up our plate, we should have a variety. Minimum these many things should be there in our plate. It should not be just rice and dal and sabji. No, it should be fruit, it should be vegetable, it should be grain, which includes rice, all the millets, and our roti. Protein should be there, and some dairy products. So by maintaining this food plate, most of the time we can achieve what we need for healthy aging. We have to cut back on the bad food. The foods and beverages that are very high in calories. We should not be consuming added sugars, sodium, and saturated fats. We should always shift to healthier options if available. So instead of eating high calorie snacks like fried potatoes, we should go to nutrient dense snacks like a carrot. We can shift from food products with added sugars to fresh fruits. So this is the way we can change our eating habits. The do's and don'ts: always avoid products, refined flours like maida, rice. Rice means not the brown rice, the other one which we use. Pachari, normally use here. The sabudana, the suji, the potato, starch. These are all refined carbohydrates which we should not be using. Eat low-fat dairy products. Egg white is very good. In fact, you can have an egg every day, no issues on that. Fish, chicken once a while, not every day. Avoid deep fried fast foods, chocolates, cream, cheese, ice cream, or you should have in you should have in moderation. So ultimately, what are the tips for eating well as you age? You load up on high fiber fruits, vegetable, and whole grains. We should always track the adequacy of vitamins and minerals. Then only we can think what supplements we should be taking. Put effort into making your food look and taste good. There should not be any dehydration. Meals should be a social event. We should get together and eat. And bask in the sun. That is very important for your vitamin D. Next, we come to the exercises. This is a good quote I found. Obesity is not because it runs in the family. It is because no one runs in the family. So we have to be physically active. We can do any sort of work. We can do some garden work, yard work. Take an exercise. Because of the pandemic, many of these things will be out now, but do some exercises at home. We can dance at home. Swimming is not possible now. Joining club is not possible, but at least walk in the societies where it is possible. Play with your grandchildren, teach them a game or play with them, which gives some physical activity. It has been shown, the studies have shown, that physical activity boosts one's memory, improves one's concentration, improves mental health, enhances creativity, and slows cognitive decline. So exercise is a very important part for especially those who are showing dementia or brain hyperfunctioning. Some exercise tips, though I've told about all the exercises, you should always check with your doctor before starting any particular exercise program. Find an activity you like and that motivates you to continue. Always go slow. Walking is a wonderful way to start exercising at the beginning. You can always exercise with one of your family members so that you don't get bored up. This is a very under-recognized part. Daily yoga and meditation exercises have shown to reduce stress and anxiety response of the body. It also improves respiratory efficiency. So everyone should have some meditation process going on in a day for at least 10 to 15 minutes with some breathing exercises. So diet and exercise, if you take together, it can control or delay health issues associated with aging like high blood pressure and diabetes. This is a study-oriented fact. It's not just, I'm not telling like that. We have to set short-term goals to achieve and maintain this part. Osteoporosis is a very important thing we should all know because this is a frequent cause of falls. One fall in old age, you're bedridden. And if you look at the lower part of this slide, we see how diet plus exercise can prevent and treat osteoporosis. Osteoporosis is what? It's a reduction in the bone mass. Look at the osteoporotic bone
Look at the osteoporotic bone on the right side and the normal bone. So we have to do this diet plus exercise to prevent the progression of. Next is thoughts, that is mind. The mind is the most powerful instrument. Every thought, every emotion that you create changes the very chemistry of your body. There is a concept that if your emotions are not good, they are connected to disease, and this is known as psychosomatic illness. A major part of the senior people who come above 670 and all, most of them have so many diseases, but they are all related to psychosomatic problems, they're emotional problems. It can range from headaches, migraines, fibromyalgia, blood pressure, heart disease, irritable bowel syndrome, that is frequent passing motions after every food intake, even the palpitations that happen, all their arthritis issues. It can go from A to Z, anything, if the emotions or your mind is not under your control. So we have to think positive, talk positive, and feel positive. It's very easy to say, but that is where yoga and meditation come in the picture. This is Shammi Kapoor, we all know. What we don't know is that at the end of his life, around in the late 70s, he had a lung infection. After that, he was on antibiotics and he landed up with chronic kidney problem, and ultimately he was on dialysis. He used to do thrice weekly dialysis. And when he was asked about his condition, what he said is, one has to accept problems in life. Because of my kidney problem, I have to go to hospital for dialysis 3 times a week. But on the remaining 4 days, there is a lot that I plan for myself and my children. That should be the attitude towards life. So getting old is mandatory. We cannot do anything about that. But feeling old is optional, which we can always change. Addictions, nothing much to add in this, but those consuming a lot of alcohol should reduce the intake. Tobacco in any form in old age is detrimental for coronary artery disease, cancers. Those who are on sedatives and are on escalating doses of sedation should avoid it. And with this COVID coming up, there is a lot of e-addictions with mobiles and iPads. It should be limited to a very short time. Next is C, communication and connectivity. This is very strong, like the churches. These Zoom meetings are a big boon during the COVID. Because of this, many people have forgotten the isolation and depression because of the lockdowns. So stay socially active with friends and family and within your community. This when you're all alone, it leads to a lot of depression, isolation, and all these can be avoided if you are connected with your people, friends, and socially active. How can we do it? You can play along with your children or have get-togethers within the family, or you can form reunion groups and WhatsApp groups, and that is already going on. So these will enable us to slow down the boredom and isolation which is associated with old age. Next, I come to hobbies and health checkups, the H part. Everyone is gifted, but some people never open their package. We have forgotten over the years what our hobbies had been in the childhood. So we can pick up from where we left in those years, go for gardening, crafting, maybe some knitting, or we can read books, or those of you who are interested in instruments can start playing instruments, photography, yoga, so many things which we had left around 30, 40 years, you can all start doing it. So research tells us that older people with an active lifestyle are less likely to develop certain diseases. Their lifespan improves in a healthy way. They are happier, less depressed. They're better prepared to cope up with the loss of their near and dear ones, and may be able to improve their thinking abilities, especially in those with brain-related issues. But one thing we have to always understand is that we have to find the right balance. We should know which activity is suited for us. We should not be looking at our neighbor and thinking, okay, this class I would also join, because what your body may tolerates, the other person tolerates, you may not tolerate. So always go listen to your body, and based on that, go with the activity you are choosing. Health checkups. Most of the time, sitting in the OPD, you get people coming with a big list of investigations done.
This is the package. The various labs are giving you package testing. For this many amount, you do this. Never go for these packages, because in that package, whatever tests are done, only 10% is required for you. Rest of it create the fear of disease and unnecessary issues. So what are the routine tests which we all should go above 60 years? Blood pressure is a must. It's very essential to find out what is the time when your BP is shooting up, so that we can control it and prevent the damage BP causes to other parts of the body. Height and weight is very important. Why is height important? Height reduction is an indicator of osteoporosis. As I had shown you the figure, the spine curves and you start coming down in your height. Weight is important because you never realize the upper part of the body remains slimmed out. It is the lower portion that gets fatter and fatter. So weight check is very important. There are certain amount of blood work which you should all do at least once in a year. These are all annual things, blood work. The hemogram, the glucose levels you should be checking, and the routine liver function, renal function, that is the creatinine levels. Thyroid is very important, and electrolytes. Apart from this, based on what your personal and family history is, your doctor might suggest some extra tests which you might have to do. ECG is a must. And give the stool, your stool for analysis, a routine analysis, your motion. Once in a year you should give, that is, it might not be red, but it might contain some hidden blood, which is an indicator probably, okay, there is something brewing up inside, or maybe a colon cancer or something. So early detection is very important, and it അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ്. ചെറിയ കണക്ടിവിറ്റി പ്രോബ്ലം ഉണ്ടായതാണ്. ദയവായി തുടരുക. മനോഹരമായ ക്ലാസ് ആണല്ലോ. സോ നമുക്ക് please wait for some time. Your video is stopped. Vaname.
ഡോക്ടറിന്റെ കണക്ഷൻ ഇഷ്യൂ ഉണ്ട്, അന്നേരം മൊബൈലിൽ ഇപ്പം കണക്ട് ചെയ്യുന്നുണ്ട് തിരിച്ച്. ഡോക്ടർ സുനിത ഉടൻ തന്നെ ജോയിൻ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അനൗൺസ്മെന്റ്സ് പറയാനുള്ളത് അങ്ങ് പറയാമോ? സെക്രട്ടറി അനൗൺസ്മെന്റ്സ് ഉള്ളത്. അനൗൺസ്മെന്റ് ആയിട്ട് നമ്മുടെ സെൻട്രൽ മീറ്റിംഗ്, അടുത്ത സെൻട്രൽ മീറ്റിംഗ് 11 ഡിസംബർ 2021 4 PM. എന്നിട്ട് ഓരോ ഇടവകയിൽ നിന്നും ഓരോ ക്രിസ്മസ് പാട്ട് സീനിയർ സിറ്റിസൺ അംഗങ്ങൾ പാടണം ഗ്രൂപ്പായിട്ട്. ജോയിൻ ആയോ? ഞാൻ മൊബൈലിൽ കൂടെ ജോയിൻ ചെയ്ത സ്ക്രീൻ Oh, ഷെയർ very good. Please continue. Okay. So ഇതുവരെ ഞാൻ പറഞ്ഞത് all the routine tests I've told. So then there are certain tests for depending on the gender, what we should be doing. So if it is a male, for men, we have a prostate examination which should be done at regular intervals because this is to pick up early prostatic cancer. Then prostate specific antigen. Now this is a very dicey test because most of the patients come very fearful that their prostate PSA test is high. But PSA can be high in so many reasons. False positive tests are very common. It can happen with some small infections in the prostate. It can happen if you have just rode a bicycle or something. So prostate specific antigen, even if you are doing it, one single value does not tell us that you are having a prostatic cancer. It should be done with clinical consultation with the doctor, and it should be repeated at intervals if there is some suspicion. And prostate cancer is a very slow growing cancer, and suppose there is at the end of years and all, there's no need of doing it because it won't increase. Hello. So it does not increase. The chances of getting the cancer is over a period of 10 years. So after 80 and all, there's no need to do this test and get apprehensive about it. If at all there is a stool examination which shows some blood, occult blood, which is not visible as red color, then these patients should go for a colonoscopy. So these are tests, some tests which are indicated for men, but it should not be done on a routine basis for any person. Then there are tests for women which have to be done. One is the mammogram, which have to be done at regular intervals after the age of 60. At least 2 years, 1 year, every year, at least you have to at least do the self breast examination so that you can pick up small lumps at very early stage, because these cancers
It is not like previous years that cancer is not curable. Most of these cancers can be treated if picked up in correct time. Then there is a pap smear and pelvic examination. This test should be done every 3 years. This is to pick up early cervical cancer, and it's for patients who are at high risk for cervical or vaginal cancer. So it should be done again in consultation with your doctor. Don't just go into the lab and get it done. Measurement of bone mass is something which we don't do, but it has to be done at least once in 3 years to 4 years. It picks up early osteoporosis, and there are medications to slow down the progression of the bone decay. This is very important. As I said, if an elderly has a fall in these years, it is like being bedridden because the healing capacity is not good. Early detection of certain diseases are very important, especially the brain related. Those who have got confusion with time or place, difficulty finding the words, those who are emotionally blunt, memory loss, difficulties solving simple tests. This may be early sign of dementia. Again, it has to be picked up early, and it has to be corrected in a way with healthy diet and exercises. There's no cure for this, but you can definitely slow the progression of these conditions. So it's very important actually to have a doctor whom you know, so that you can address these health concerns. Because the elderly, the health problems, there should be someone who can listen to, because the problems are very vague. The memory issues, the emotional issues, the sleep issues. So many things are there which has to be addressed in a very careful way, and it has to be addressed in a way that you don't go for unnecessary tests. Dental checkup is very important. You should not go to a dentist only when your tooth is decaying or you have got some toothache going on. Oral care is actually the indicator of overall health. So you have to have a routine dental checks. What else? I would like to just give some oral care tips for seniors. You have to eat very nutritious diet. For those who are on dentures, should clean your dentures regularly. Smoking, it's totally no. You have to brush your teeth twice a day and change your toothbrush every 3 months. It is mandatory. Dental floss has to be removed, has to be done to remove the plaques. And you should always use a fluoride containing mouthwash to dissolve the plaques. I now come to the end of my talk. My humble advice to all the senior citizens is, this I give in all of my talks. Google is always great for searching what type of dog you want or what kind of cat you should have, but never ask Google for medical advice, because you Google a headache and you may think you are having a tumor in just a few clicks on Google. So I wanted to tell you that last slide was my number. Always feel free to call me for any advice or whatever problems you have. I can at least guide you which way to go. And thanks for the wonderful time. And stay safe, stay healthy, put on your mask. COVID is still there around. So please. Thank you. Thank you so much. Thank you, Dr. Sunita Varghese, for the beautiful presentation. A very comprehensive but precise presentation of aging. It's really worth hearing you. Thank you. Now the floor is open. If you want to ask some, if you want to share some thoughts. Thoughts means വലിയ thoughts ഒന്നും അല്ല. എന്തെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ഒരു 3 to 5 minutes നമുക്ക് അതിനു വേണ്ടി ഓർത്തിരിക്കാം. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. കേൾക്കാമല്ലോ? അതെ, കേൾക്കാം. ഞങ്ങള് മെയിൻ ആയിട്ട് ഈ ഓൾഡ് ഏജിലുള്ളവർക്ക് എല്ലാവർക്കും ഉള്ള വലിയ 2 പരാതിയാ മറവി. പറഞ്ഞു ഡോക്ടർ കുറച്ച്, എന്നാലും ഒന്നുകൂടെ മറവിയും ഉറക്കക്കുറവും. ഇതിനുള്ള മെയിൻ കാരണം എന്താണെന്നറിയാമോ? ബിക്കോസ് സ്ലീപ്ലെസ്നെസ് ആൻഡ് ഫൊർഗറ്റ്നെസ്. ഒത്തിരി പെട്ടെന്ന് ഉറക്കം വരാത്തതിന്റെ മെയിൻ കാരണം പകൽ ഉറങ്ങുന്നതായിരിക്കും. പിന്നെ as a part of aging also you tend to sleep less in the night. So what you should do, you should not have a heavy meal for dinner. At least ഒരു 7 മണി ആകുമ്പോഴത്തേക്ക് ഡിന്നർ കഴിക്കുക. So you should at least have 2 to 3 to 4 hours before you go off to sleep.
അതുപോലെ തന്നെ ആ ഒരു മണിക്കൂർ ഉറങ്ങുന്നതിന് മുമ്പ് you should not be having your WhatsApp, your TV, movies, these are all stimulants for your brain. And കിടക്കാൻ നേരം പാലും ഇച്ചിരി ചൂട് പാല് കുടിച്ചുകൊണ്ട് കിടക്കുക. Maybe you may read a book and sleep off. So these are certain things you can, it's not a disease, it's a part of, again, aging. So please don't go on the pills and all for this, and get up early in the morning by 5, and the entire day you should not be sleeping at all. No lying down and sleeping if you have a sleep issue in the night, and no medicines at all for sleeps. അതോടനുബന്ധിച്ച് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളത് മാഡം, ഈ ഇടയ്ക്ക് നമ്മൾ എണ്ണീച്ച് കഴിഞ്ഞാൽ രാത്രിയിലെ അത് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടാൻ വളരെ പ്രയാസപ്പെടുന്നു, അതെന്തുകൊണ്ടാ? അത് എന്തുകൊണ്ടാണ് രാത്രിയിൽ എഴുന്നേക്കുന്നതെന്നുള്ളത് അതൊരു റെഡ് ഫ്ലാഗ് ആണ്. ഷുഗേഴ്സ് ഉണ്ടോ, get a prostate examination done. Why you are going for urination ആയിരിക്കും നമ്മൾ മിക്കവാറും എഴുന്നേക്കുന്ന ആ ഒരു ഫീലിംഗ് കാരണമാണ് യൂറിൻ പാസ് ചെയ്യുന്നത്. So passing urine in the night, you should at least have a checkup for your prostate and urinary related problems and your sugars, whether they are normal or not. That is very important. അതുപോലെ തന്നെ സ്ലീപ്പിന് ഞാൻ പറഞ്ഞത് തന്നെ ഒരു കിടക്കുന്നതിന് ഒരു 3-4 മണിക്കൂർ മുമ്പ് വെള്ളം കുടി നിർത്തുക. അത് കഴിഞ്ഞ് വെള്ളം ഒന്നും കുടിക്കരുത്. അപ്പൊ നമ്മൾ ഈ കഴിക്കുന്നത് ലേറ്റ് ആകുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. കാരണം കഴിക്കുക ലേറ്റ്, അന്നേരം നമ്മൾ അതനുസരിച്ച് വെള്ളം കുടിക്കും. പിന്നെ അത് നാച്ചുറലി ബ്ലാഡറിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്ന സമയമാണ്. നേരത്തെ ഒരു 800-900 നമ്മൾ ടോളറേറ്റ് ആകുന്നത് ഇപ്പൊ അത്രയും ടോളറേറ്റ് ആകത്തില്ല. So that way you have to make some modifications in the lifestyle which might work. If does not work, then we have to find out why it is happening that. അതോടൊപ്പം തന്നെ നമ്മൾ ഈ എഴുന്നേറ്റ് കഴിഞ്ഞ് യൂറിനേഷൻ ചെയ്ത് കഴിയുമ്പോ അന്നേരം വെള്ളം കുടിക്കാനായിട്ട് തോന്നുന്നുണ്ട്, അത് കുടിക്കുന്നത് ശരിയാണോ? അല്ല അപ്പം പിന്നെ അതൊരു 2 മണിക്കൂർ കഴിഞ്ഞ് this is a common thing that happens. അപ്പൊ അതിനുള്ള ഇതെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞതാണ്, കോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. പ്രോസ്റ്റേറ്റിനുള്ള മെഡിക്കേഷൻസ് ഉണ്ട്, അതാണ് റീസൺ എങ്കിൽ. പിന്നെ ഡയബറ്റിക്കുകാർക്ക് ബ്ലാഡർ റിലേറ്റഡ് ഇഷ്യൂസ് ആണ് മെയിൻ, കാരണം ബ്ലാഡർ കോൺട്രാക്റ്റഡ് സ്റ്റേറ്റിലാണ്. So if you're a diabetic and you have this problem, check with the urologist. Adinulla medicines one. Science has advanced so much. With small little things you can improve your life. Karanam sleep nalladalla. When you get up in the night, it's not getting up. Actually your sleep is disturbed. The next day is going to be bad. Appam pagal orangumbo rathri pinna orakkavilla. So this cycle is going to happen in that way. So that cycle has to be broken. Vicious cycle that is happening. Okay, thank you. ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരിക്കും, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ടൈം ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ ആകുന്നു. അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വളരെ ഇൻഫോർമേറ്റീവായ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ സെഷൻ നമുക്ക് ആവശ്യമായ ഗൈഡൻസ് തന്ന ഡോക്ടർ സുനിതയോട് നമുക്ക് എല്ലാവർക്കും വളരെ കടപ്പാടുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ സുനിത ലാസ്റ്റിൽ പറഞ്ഞതുപോലെ ഏത് സമയത്തും ഒരു മെഡിക്കൽ ഗൈഡൻസ് നൽകുവാൻ ഡോക്ടർ സുനിത വില്ലിംഗ് ആണ്. എല്ലാവർക്കും ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ ആണല്ലോ പ്രിയപ്പെട്ട സുനിത നൽകിയിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ തിരക്കിന്റെ നടുവിലും ഇത്രയും എക്സ്റ്റെൻസീവായ പ്രിപ്പറേഷൻസോടുകൂടെ വളരെ മനോഹരമായ ഈ വിഷയം പ്രസന്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അനൗൺസ്മെന്റ്സ് ഇവിടെ പറഞ്ഞല്ലോ. നമ്മുടെ അടുത്ത മീറ്റിംഗ് ഡിസംബർ മാസം 11-ാം തീയതിയാണ്. അത് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. എല്ലാ ശാഖയിൽ നിന്നും ഒരു ക്രിസ്മസ് പ്രോഗ്രാം ഒരു 5 to 10 minutes അവതരിപ്പിക്കുന്ന രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. അത് പാട്ടാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്കിറ്റുകളാകാം. അന്ന് നമ്മൾ ടൈം ബൗണ്ടായിട്ട് തന്നെ തീർക്കുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് ഒരു അല്പം പ്രിലോങ്ഡ് ആയി എന്നുള്ളത് എനിക്കറിയാം. അതിൽ നമുക്ക് നമ്മുടെ ഇന്ന് സീനിയർ സിറ്റിസൺ ഡേ ആയതുകൊണ്ട് മാത്രം നമ്മുടെ ഒരു സീനിയർ സിറ്റിസണിന് ഒരു ഡിവോഷനുള്ള അവസരം നമ്മൾ നൽകി. വളരെ മനോഹരമായിട്ട് പ്രിയപ്പെട്ട തോമസ് അങ്കിൾ മനോഹരമായിട്ട് ഒരു ഡിവോഷൻ നയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ടൈം ഒരു അല്പം പ്രൊലോങ്ഡ് ആയത്. വളരെ മനോഹരമായിരുന്നു ഡിവോഷൻ. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ടോക്ക്, ഇതെല്ലാം തന്നെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു.
അത് സമയം അല്പം എടുത്തെങ്കിൽ പോലും പ്രയോജനകരമായ രീതിയിൽ ചെലവഴിക്കാൻ ഇടയായതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ക്യാപ്റ്റൻ PS ജോർജിനെ ക്ഷണിക്കുന്നു. ദീർഘായുസ് കൊണ്ട് ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തും, എന്റെ രക്ഷയെ നിനക്ക് കാണിച്ചു തരും. സങ്കീർത്തനങ്ങൾ 91 അവസാന ഭാഗമാകുന്നു. അങ്ങനെ ഇന്നത്തെ ഈ സീനിയർ സിറ്റിസൺ ഡേയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദീർഘായുസോടുകൂടി പ്രാപിപ്പാൻ തക്കോണം നമുക്ക് ഇടയാക്കിയവർക്ക് ദൈവത്തെ സ്തുതിക്കാം. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ പലരും നമ്മെ വിട്ട് കടന്നുപോയി, എങ്കിലും ഇന്ന് ഇപ്രകാരം ഒരു മീറ്റിംഗ് നടത്തുവാൻ തക്കോണം നമുക്ക് ഇടയാക്കിയവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരിക്കുന്ന ആളുള്ള നമ്മുടെ സെന്ററിന്റെ പ്രസിഡന്റ് സി ജോൺ അച്ഛൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ധാരാളം അനുഭവ സമ്പത്തും പ്രവർത്തന പാഠവും തികഞ്ഞതായിട്ടുള്ള നമ്മുടെ പൂനെ സെന്ററിന്റെ മാത്രമല്ല നമ്മുടെ ഡയോസിസിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് അച്ഛനാണ്. അച്ഛനെ വേണ്ടതായുള്ള എല്ലാ നേതൃത്വവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. തലമുറകളെ അനുഗ്രഹിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നുവെന്ന് അച്ഛൻ തന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അപ്രകാരം നമുക്ക് ആവശ്യമായ എല്ലാ നേതൃത്വം തന്നുകൊണ്ടിരിക്കുന്ന അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് ആദ്യമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. രണ്ടാമതായിട്ട് ഇന്ന് നമുക്ക് പ്രാരംഭമായിട്ട് നല്ല പാട്ട് പാടി നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുവാൻ തക്കോണം സഹായിച്ച മിസ്സസ് മോളി സക്രിയായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള എല്ലാ അച്ഛന്മാരെയും, പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ സഹായിച്ച KP ജോൺ അച്ഛന്, അതോടൊപ്പം തന്നെ ഷിബു അച്ഛന്, പിമ്പിരിപ്പള്ളിയിലെ വർഗീസ് മാത്യു അച്ഛന്, അവരൊക്കെയും ഇന്നത്തെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അവരോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഒപ്പം നമ്മളെ എല്ലാവരെയും സ്വാഗതം ചെയ്ത് ഇന്നത്തെ മീറ്റിംഗ് ഇത്രത്തോളം സക്സസ് ആക്കുവാൻ തക്കണം ഇടയാക്കി തീർത്ത MS രാജുവിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതിലുപരിയായിട്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു നല്ല തോട്ട്സ്, നല്ല വിചാരങ്ങള് തന്റെ പ്രസംഗത്തിൽ കൂടി തന്നതായുള്ള ദേഗ് റോഡിലെ തോമസ് അങ്കിളെ തലമുറകളെ എങ്ങനെ ഉത്തരവാദിത്തത്തിലേക്ക് നയിക്കണമെന്നുള്ള നല്ല ചിന്ത, മാനസാന്തരത്തിൽ കൂടിയും രൂപാന്തരത്തിൽ കൂടിയും നല്ല സ്വപ്നങ്ങളെ നന്മകളെ കണ്ടുകൊണ്ട് വാക്കുകളിൽ കൂടിയല്ല പ്രവൃത്തികളിൽ കൂടി പുതിയ തലമുറയെ ദൈവഭാഗത്തേക്ക് നേടുവാൻ തക്കണം നമുക്ക് ഇടയാകണമെന്ന് നമ്മളെ ആഹ്വാനം ചെയ്തു. തോമസ് അങ്കിളിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ മധ്യത്തിലെ പാട്ടുപാടി നമ്മളെ സഹായിച്ചതായുള്ള M ജോർജ് കുട്ടി ആൻഡ് ഫാമിലി പിമ്പിരിയോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള ചിന്ത എന്നുള്ളത് നമ്മുടെ ഏജിങ് എന്നുള്ള ആ വിഷയത്തെ അടിസ്ഥാനമാക്കി ഡോക്ടർ സുനിത വി വർഗീസ് MD, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പക്ഷേ സീനിയർ സിറ്റിസന്റെ മീറ്റിംഗിലെ രണ്ടാമത്തെ ഡോക്ടർ സുനിതയുടെ ക്ലാസ് ആയിരുന്നു എന്ന് ഇതിനു മുമ്പ് ഒരു 5 വർഷം മുമ്പ് കാംഷെട്ടില് ഫിസിക്കലി നമുക്ക് വന്ന് വേണ്ടതായിട്ടുള്ള ഇതുപോലുള്ള എല്ലാ വസ്തുതകളും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്നത്തെ ഡോക്ടറെ ഏകദേശം ഒരു 35-40 മിനിറ്റിലെ തോട്ട്സിലെ പറഞ്ഞതായിട്ടുള്ള കാര്യം, ഏജിങ്, ഹെൽത്തി ഏജിങ്, ഹാപ്പി ഏജിങ്, എങ്ങനെ നമുക്ക് നമ്മുടെ ഏജിങ്ങിന് ഉണ്ടാകുന്ന ഫിസിക്കൽ, സോഷ്യൽ, മെന്റൽ ചേഞ്ചസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. അതിനുശേഷം ഹാപ്പി ഏജിങ് അല്ലെങ്കിൽ ഹെൽത്തി ഏജിങ്, ഡിറ്റാച്ച് എന്നുള്ള ആ ഒരു വാക്കിൽ കൂടി 6 സംഗതികളെ, ഡയറ്റ്, എക്സസൈസ്, തോട്ട്സ്, അഡിക്ഷന്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ടിവിറ്റി, നമ്മുടെ ഹോബീസ് ആൻഡ് ഹെൽത്ത് ചെക്കിംഗ് എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഇത്രയും ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ അനേക ദിവസത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് മാത്രമേ ഇങ്ങനെ ഒരു വെർച്വൽ മീഡിയയിൽ കൂടി ക്ലാസ് എടുക്കുവാൻ തക്കണം സാധിക്കത്തുള്ളൂ. ഞങ്ങള് ഡോക്ടർ സുനിതയെ അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപ് മറ്റു പല ഡോക്ടർമാരെ അപ്രോച്ച് ചെയ്തിരുന്നു. അവർ പറഞ്ഞു വെർച്വലായിട്ട് ക്ലാസ് എടുക്കുന്നതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന്. എന്നാൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഫിസിക്കലി നമ്മൾ ക്ലാസ് എടുക്കുന്നത് പോലല്ല വെർച്വലായിട്ട് എടുക്കുന്നത്. യാതൊരു ബോറിങ്ങും കൂടാതെ എല്ലാ തോട്ട്സും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന സംശയങ്ങളും നിവാരണം ചെയ്ത ഡോക്ടർ സുനിതയോടുള്ള പ്രത്യേക നന്ദി, അകമഴിഞ്ഞ നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തെ നിർവഹിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ബഹുമാനപ്പെട്ട വർഗീസ് മാത്യു അച്ഛൻ ഇപ്പോൾ ക്ലോസിംഗ് പ്രയർ നിർവഹിക്കുന്നതാണ്. വർഗീസ് മാത്യു അച്ഛൻ, ക്ലോസിംഗ് പ്രയർ പ്ലീസ്. ദൈവമായ കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളോട് കൂടെയായിരുന്നു. ഞങ്ങളെ വഴി നടത്തി കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്തു.
സീനിയർ സിറ്റിസൺസിൻ്റെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ നിന്നെ നടത്തിപ്പം നിന്റെ കാവലും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്ന ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം നടത്തിക്കുന്നു. തിരുവചനം സംസാരിച്ച നിന്റെ മകനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിന്റെ മകനിൽ കൂടെ കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, മുതിർന്ന തലമുറ അനന്തര തലമുറക്ക് സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്റെ മകളിൽ കൂടി സയൻറ്റിഫിക്കായിട്ടുള്ള മുതിർന്ന തലമുറയുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് മനസ്സിലാക്കുവാനും അതിനെ തരണം ചെയ്യുവാനുള്ള വഴികളെ കേൾക്കുവാനും ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളുടെയൊക്കെ ജീവിതം ഈ സമൂഹത്തിന് ഏറ്റവും അനുഗ്രഹമായി നിലനിൽക്കുന്നവർക്ക് സ്തുതിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും വിലുവ നൽകണമേ. ശാരീരികമായ അസ്വസ്ഥതകൾ, വേദനകൾ, പ്രയാസങ്ങൾ, മാനസികമായ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ നീ അവിടുന്ന് കൂട്ടും തുണയുമായി കൂടെ ഉണ്ടെന്നുള്ള പ്രത്യാശയോടുകൂടി നീ അവരെ അടുത്ത തലമുറയ്ക്ക് അനുഗ്രഹത്തിന് പാത്രമാക്കി നിലനിർത്തിയിരിക്കുന്നുവെന്ന ഉറപ്പോടുകൂടെ സന്തോഷമുള്ളവരായി, ആനന്ദമുള്ളവരായി, പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ഉത്തമ മാതൃകയുള്ളവരായി നിലനിൽക്കുവാൻ കൃപ നൽകണമേ. തുടർന്നും സീനിയർ സിറ്റിസൺസിൻ്റെ പ്രവർത്തനങ്ങളെ വാഴ്ത്തണമേ. നേതൃത്വം നൽകുന്ന ശ്രീ ജോണച്ചൻ, ഇടവുകളിൽ കൂടി നേതൃത്വം നൽകുന്ന എല്ലാ പട്ടക്കാർ, സെൻറ്റർ ഭാരവാഹികൾ എല്ലാവരും എൻ്റെ കടലിലേക്ക് എത്തിക്കണം. നിന്റെ കാരണം എല്ലാവരുടെ മേലുണ്ടായിരിക്കുന്ന ഈശ്വരം നാം പ്രാർത്ഥിക്കുന്നു. ഇവിടെ കേൾക്കണം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മാറ്റമില്ലാത്ത തിരുസാന്നിധ്യം പ്രിയമുള്ളവരെ നാം എല്ലാവരോടും കൂടെ നമ്മുടെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ സെന്റർ തരത്തിലുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷകളോടുകൂടെ ഇന്ന് നമ്മെ ക്ലാസ്സുകളെടുത്ത് നയിച്ചതായിരിക്കുന്ന ഡോക്ടർ സുനിത, വചനം പങ്കുവെച്ച ദാസൻ, ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക്സ് അച്ഛൻ. താങ്ക്സ്. യെസ് സർവീസ് മാറ്റി. താങ്ക് യു എവരിബഡി. ഞാൻ ഇറങ്ങി. നമ്മുടെ ഈ വെർച്വൽ മീഡിയ ഇത് നമുക്ക് വേണ്ടി ഒരുക്കിയത് നമ്മുടെ സെന്റ് ജോൺസ് ഇടവകയിലെ വെർച്വൽ ഒരു ടെക്നിക്കൽ ടീമുണ്ട്. ജതീഷ് മാത്യു, അതുപോലെ ബിനോയ്, ജേക്കബ് കോശി, ലിനോ, തോമസ് അലക്സാണ്ടർ, ഇങ്ങനെ ചേർന്ന ഒരു ടീമാണ്. അവരിതിൻ്റെ പിൻപിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്രയും സമയം അവർ മാറ്റിവെച്ച ഓരോ വെർച്വൽ ഫെലോഷിപ്പിലും നമ്മളെ ഗൈഡ് ചെയ്യുന്നു. അവരോട് പ്രത്യേക സന്തോഷവും നന്ദിയുണ്ട്. അത് ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. യെസ്. ശിമിയോൻ യേശുക്രിസ്തു കുഞ്ഞായിരുന്ന യേശുക്രിസ്തുവിനെ രക്ഷയ്ക്കായിട്ട് നോക്കിയിരുന്നു. അതേ സമയത്ത് നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നവരെ മണവാളിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കണമെന്ന് ഞാൻ പറയുന്നു. അതൊരു നല്ല തോട്ടാണ് ആൻറ്റി. വളരെ കറക്റ്റാണ്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവമാണല്ലോ നമ്മുടേത്. വളരെ നല്ലൊരു തോട്ടാണ്. താങ്ക് യു. അപ്പോൾ നമുക്ക് എന്നാ പിന്നെ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു അച്ഛൻ. താങ്ക് യു സോ മച്ച്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നാ ഹോസ്റ്റ് നമുക്ക്